ിന്റെ ധന്യമായ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത കർത്തൃദാസൻ, മറ്റ് പ്രാർത്ഥിച്ച പ്രിയപ്പെട്ടവര്, ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും, വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞാൻ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഞാൻ ഇന്നത്തെ വചനധ്യാനത്തിലേക്ക് വേഗത്തിൽ പ്രവേശിക്കുന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ നിന്ന് 24-ാമത്തെ അധ്യായത്തിൽ നിന്ന് 2 വാക്യങ്ങളാണ് ഞാൻ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന് 36-ാമത്തെ വാക്യവും രണ്ടാമത്തേത് 44-ാമത്തെ വാക്യവും. 36-ാമത്തെ വാക്യവും 44-ാമത്തെ വാക്യവും അത് മാത്രം ഒന്ന് വായിച്ചാൽ മതി, പിന്നെ നമുക്കധികം വായിക്കേണ്ടി വരും. ആ നാളും നാഴികയും സംബന്ധിച്ചോ എൻ്റെ പിതാവ് മാത്രമല്ലാതെ ആരും സ്വർഗത്തിലോ ദൂതന്മാരോ പുത്രനും കൂടെ അറിയുന്നില്ല. ഇനി 44. അങ്ങനെ നിങ്ങൾ നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പിൻ. ഓക്കെ, നമ്മൾ വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചല്ലോ, അതുകൊണ്ട് ഞാൻ ഇനി അതിനുവേണ്ടി മുതിരുന്നില്ല. ഇവിടെ രാത്രിയാണ്, അപ്പോ അവിടുത്തെ സമയം വ്യത്യാസമുണ്ടല്ലോ. ഇവിടെ 10 മണി കഴിഞ്ഞതുകൊണ്ട് ഒരുപാട് ഉറക്കെ നമ്മുടെ സാധാരണ രീതിയിലുള്ള ഒരു ടോക്ക് നമുക്ക് പറ്റത്തില്ലെന്നറിയാമല്ലോ. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ, പിന്നെ ശബ്ദത്തിന്റെ പ്രശ്നം, അപ്പൊ ഇതുപോലെ നിങ്ങൾ അങ്ങ് സ്വീകരിക്കണം എന്ന് ഞാൻ ഓർപ്പിക്കുന്നു. യഹൂദീയ അധ്യായങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന 3 അധ്യായങ്ങൾ പുതിയ നിയമത്തിലുണ്ട്. യഹൂദീയ അധ്യായങ്ങൾ അത് മത്തായിയുടെ സുവിശേഷം 24, മർക്കോസിന്റെ സുവിശേഷം 13, ലൂക്കോസിന്റെ സുവിശേഷം 21. 24, 13, 21 ഈ 3 അധ്യായങ്ങളെയാണ് യഹൂദീയ അധ്യായങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. സോറി, ഇതിങ്ങനെ. അപ്പോ യഹൂദീയ അധ്യായങ്ങൾ എന്ന പേരിൽ മാത്രമല്ല, യഹൂദന്റെ മുപ്പിരിച്ചരട് എന്നൊക്കെ ഇതിനറിയപ്പെടും. ഈ 3 അധ്യായങ്ങളിലും പഴയ പുതിയ നിയമത്തിന്റെ നിരവധി പേജുകളിൽ ചിതറി വിതറിക്കിടക്കുന്ന 150 ലക്ഷണങ്ങളാണ് യേശുവിന്റെ വരവിനെ സംബന്ധിച്ച് കാണാൻ കഴിയുന്നത്. ഞാൻ ലക്ഷണങ്ങളൊന്നുമല്ല പറയുന്നത്. നമ്മുടെ ഈ മീറ്റിങ്ങിന്റെ രീതി ഇത് ഉപവാസ പ്രാർത്ഥന അല്ല, ഇത് ബൈബിൾ സ്റ്റഡി അല്ല. നമ്മൾ എല്ലാ ദിവസത്തിലും അല്ലെങ്കിൽ മാസത്തിലും കൂടി വന്ന് ഇങ്ങനെ ഉപവസിക്കുന്നവർ കാണും, പ്രാർത്ഥിക്കുന്നവർ കാണും, ആരാധിക്കുന്നവർ കാണും, വചനം പഠിക്കുന്നവർ എല്ലാവരും കാണും. എല്ലാം സമ്മിശ്രമായ ഒരു മീറ്റിംഗാണ്. അപ്പോ ഇന്ന് നമുക്ക് ഒരു ടോപ്പിക്ക് നമ്മളൊന്ന് ചിന്തിക്കുകയാണ്. അത് നാളും നാഴികയും എന്നുള്ള സബ്ജക്റ്റാണ്. നാളും നാഴികയും. ഒരുപാട് മീറ്റിങ്ങിൽ നമ്മൾ പങ്കെടുക്കുന്നത് കൊണ്ട് ഞാൻ ശാന്തമായിട്ട് ഈ കാര്യം പറയുകയാണ്. നാളും നാഴികയും. ഞങ്ങള് ഈ കൺവെൻഷനൊക്കെ ഇങ്ങനെ ഉറക്കെ പ്രസംഗിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഒരു സുഖവും ഇല്ല, ഒരു സന്തോഷവും ഇല്ല, ഒരു സമാധാനവും ഇല്ല. അതൊരു സത്യമാണ്. ഉറക്കെയൊക്കെ പറഞ്ഞാലും ഒക്കെയാണ് ഒരു സന്തോഷം. എന്നാലും നിങ്ങളതൊക്കെ ഉൾക്കൊള്ളുമല്ലോ. നാളും നാഴികയും. എന്താണ് ഈ നാളും നാഴികയും എന്ന് പറയുന്നത്? ഇവിടെ നമ്മൾ 44-ൽ നനയ്ക്കാത്ത നാഴികയിൽ, 36-ൽ നാളും നാഴികയും. ഇങ്ങനെ കുറെ പദപ്രയോഗമുണ്ട് ബൈബിളിൽ. അന്ത്യകാലം എന്നൊരു സബ്ജക്റ്റ് നമ്മൾ എടുക്കാറുണ്ട്, ഞാനും പ്രസംഗിക്കാറുണ്ട്. വെളിപ്പാട് 1:3 നിന്ന് അന്ത്യകാലം. 2 തിമോത്തിയോസ് 3:1 അന്ത്യകാലം. ഈ അന്ത്യകാലം എന്ന് പറഞ്ഞാൽ എന്താണ്? അന്ത്യസമയം എന്ന് പറഞ്ഞാൽ എന്താണ്? കാലം എന്ന് പറഞ്ഞാൽ, ഞാൻ പെന്തക്കോസ്തിൽ വന്നിട്ട് 45 വർഷം ആകാൻ പോകുന്നു. 60 വയസ്സായി നിൽക്കുകയാണ്. അപ്പൊ ഈ ഞാൻ വന്ന അന്ന് മുതൽ കേൾക്കുന്നതാണ്
യേശു വരാറായി, യേശു വരാറായി, അന്ത്യകാലമാണ്, അന്ത്യകാലമാണ്, അന്ത്യകാലമാണ്. ഞാൻ പെന്തക്കോസ്തിൽ വന്ന കാലം മുതലേ കേൾക്കുന്ന പറഞ്ഞ ഒരുപാട് പേര് മരിച്ചു. ഇന്ന് വരെ കർത്താവ് വന്നിട്ടുമില്ല, ഒന്നുമില്ല. ഇനി എന്റെ പിള്ളേര്, ഞാനിപ്പോ മൂത്ത മോളുടെ വീട്ടിലാണ് വയനാട്, ഒരു സുവിശേഷ വെല്ലിയാണ്, 2 പെൺമക്കളാണ്, 2 പേരും പാസ്റ്റർമാരാണ്. അവര് പെന്തക്കോസ്തിലേക്കാണ് ജനിച്ചു വീണത്. അവര് സൺഡേ സ്കൂൾ പോലെ കേൾക്കാൻ തുടങ്ങുകയാണ്, യേശു വരാറായി, യേശു വരാറായി, യേശു വരാറായി. ഇപ്പം പിള്ളേര് ചോദിക്കുന്നത്, എന്റെ പിള്ളേരെല്ലാം മൊത്തത്തിൽ, ഇത് പെന്തക്കോസ്തിന്റെ ഒരു ഉപദേശമല്ലേ, അതോ അങ്ങനെ വല്ലതും ഉണ്ടോ? ഞാന് 6 ദിവസം മൂവാറ്റുപുഴ ടൗൺ ഹാളിൽ യേശുവിന്റെ വരവിനെ കുറിച്ച് പ്രസംഗിക്കുകയാണ്. അപ്പോ 6-ാം ദിവസം പാട്ടുപാടിക്കൊണ്ടിരുന്ന സഹോദരിയുടെ മകൻ, അവരെ ഞാനിങ്ങനെ ഓട്ടോക്കോൾ ചെയ്യുമ്പോൾ കരയുന്നുണ്ട്. 6 ദിവസത്തെ പ്രസംഗമല്ലയോ, ആത്മഭാരം കൊണ്ട് കരയുക. അപ്പൊ ആ സഹോദരിയുടെ മകൻ പാട്ടുപാടിയ സഹോദരിയോട് ചോദിക്കുക, മമ്മി, സഹോദരി പിന്നെ എന്നോട് പറഞ്ഞു, ഈ ഉപദേശി ഇപ്പൊ ഭയങ്കര നിർബന്ധമാണല്ലോ യേശു വരണമെന്ന്. അവൻ ചോദിക്കുക, ഇവിടെ ആർക്ക് എന്ത് സംഭവിച്ചിട്ടാണ് അദ്ദേഹം ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങ് വരേണ്ടതിന്റെ ആവശ്യം എന്താണ്? അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവന്റെ അപ്പൻ ഗൾഫിലാണ്. അന്നൊക്കെ 500-ന്റെ ഒരു മഞ്ഞനോട്ട് നമ്മുടെ നാട്ടിലുള്ള സമയമാണ്. ആഴ്ചതോറും 500 രൂപ വെറുതെ ചെലവഴിച്ചോളാൻ പറഞ്ഞ അവന്റെ അമ്മ കൊടുക്കും. അപ്പൊ മാസം 2000 രൂപ. ഇഷ്ടപ്പെട്ട ഭക്ഷണവും ലൈഫ് സ്റ്റൈലും കൈമുതലായിട്ടുള്ള ഒരു കൊച്ചു ചെക്കനോട് യേശു വരാറായി എന്ന് പറഞ്ഞാൽ അവൻ ചോദിച്ചതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. എന്തിനാണ് വരേണ്ടത്? എന്ത് കാര്യം? ഇവിടെ ആർക്കാണ്, എന്ത് ആക്സിഡന്റ് ആണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? ന്യായമായ ചോദ്യം. ഞാൻ അതിലൊന്നും അത്ഭുതപ്പെടുന്നില്ല. പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തുന്ന മറ്റൊരു കാര്യം, സഭകളിലൊക്കെ ഞാൻ ചെന്ന് യേശു വരാറായി എന്ന് ഞാൻ പ്രസംഗിക്കുമ്പോൾ പിള്ളേരങ്ങനെ ഹല്ലേലൂയൊന്നും പറഞ്ഞേ കേട്ടിട്ടില്ല. പോട്ടെ, വയസ്സായ ആളുകളും ഹല്ലേലൂയ ഇപ്പൊ പറയുന്നില്ല. അത് എന്നെ അത്ഭുതപ്പെടുത്താറുണ്ട്. ഒരു പരിധി വരെ അവർക്കും പോണമെന്നില്ല എന്നെനിക്ക് തോന്നുന്നു എന്ന് ഞാൻ പറയാറുണ്ട്. സൺഡേ സ്കൂളിലെ അധ്യാപകൻ പിള്ളേരോട് ചോദിച്ചു, സ്വർഗത്തിൽ ചെന്നാൽ എന്തുവാടാ ആഗ്രഹം? ചാടി ഒരുത്ത മറുപടി പറഞ്ഞു, എനിക്ക് അബ്രഹാം അപ്പച്ചന്റെയും മോശ അപ്പച്ചന്റെയും താടികൾ തമ്മിൽ കൂട്ടിക്കെട്ടി ഒരു ഊഞ്ഞാലാട്ടം നടത്തിയാൽ കൊള്ളാമെന്നുണ്ട്. പയ്യനല്ലേ, അവൻ സൺഡേ സ്കൂൾ പഠിക്കുന്ന കാലം മുതലേ അബ്രഹാമിന്റെ താടിയും അബ്രഹാം അപ്പൂച്ചനും നോഹപ്പൂപ്പനും ഇങ്ങനെ അപ്പൂപ്പന്മാരുടെ കഥയെ പറയുന്നുള്ളൂ. നമ്മുടെ സിലബസ് ഒക്കെ പണ്ടേ പൊളിച്ചെഴുതേണ്ടതാണ്. ഇങ്ങനെ ബാലരമ കഥ പോലെ പഠിച്ച് പിള്ളേരെല്ലാം മറുകണ്ഠം ചാടിയൊക്കെ. അപ്പോ എന്തായാലും പാസ്റ്റർക്ക് ഇഷ്ടപ്പെട്ടു. സഭയിൽ വന്ന് ആരാധന തുടങ്ങിയപ്പം പാസ്റ്റർ ചോദിച്ചു, നിങ്ങൾക്ക് സ്വർഗത്തിൽ ചെല്ലാൻ എന്താ പരിപാടി? സ്വർഗത്തിൽ ചെന്നാൽ എന്താ പരിപാടി? അപ്പൊ ആരും ഒന്നും പറയുന്നില്ല. അപ്പോ പാസ്റ്റർ ചോദിച്ചു, നിങ്ങൾ എന്താ ഒന്നും മിണ്ടാത്തത്? അവിടെ ചെന്നാൽ എന്ത് ചെയ്യണമെന്ന ആഗ്രഹം? അപ്പൊ ഒരു അപ്പച്ചൻ പറഞ്ഞു, പാസ്റ്ററെ, ആദ്യം അവിടെ ചെല്ലൂന്ന് നോക്കട്ടെ, എന്നിട്ട് വേണ്ടേ അടുത്ത കാര്യം ചിന്തിക്കാൻ. അപ്പൊ ഇതിലൂടെ ഒരു കാര്യം മനസ്സിലായി, പിള്ളേരവിടെ ഊഞ്ഞാല് കെട്ടി ആടാൻ ഉള്ള സ്വപ്നത്തിൽ ജീവിക്കുകയാണ്. നമ്മളിപ്പോഴും അവിടെ ചെല്ലുമെന്നുള്ള സംശയത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെ ഖേദകരം എന്ന് പറയട്ടെ, കർത്താവിന്റെ വരവിന് വേണ്ടി വേദപുസ്തകം പറയുന്നത് പോലെയുള്ള ഒരുക്കത്തോടെ ജീവിക്കുന്നവർ നമ്മുടെ കാലങ്ങളിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ വളരെ കുറവാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. യേശുവിന്റെ വരവെന്നൊക്കെ പറഞ്ഞാല് ഹല്ലേലൂയ പറഞ്ഞ ഒരുപാട് ആളുകളുണ്ടായിരുന്നു. പറഞ്ഞില്ല എന്നതിൽ കുഴപ്പമൊന്നുമില്ല. കാലം എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു വികാരം, ഒരു കാലമല്ലേ, അന്ത്യകാലമല്ലേ,
അതെന്തോരം നാളായി പറയാൻ തുടങ്ങിയിട്ട്. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയുക. അപ്ഡേറ്റ് ആയിട്ട് ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും നമ്മൾ കർത്താനുപരവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഇങ്ങനെ നമ്മൾ പറയുകയും ചെയ്യും. അപ്പൊ കാലം അത് ബ്രാക്കറ്റ് പീരീഡ് ആണ്, മറക്കണ്ട. കാലം എന്ന വാക്കിന് എബ്രായ ഭാഷയിലും ഗ്രീക്ക് ഭാഷയിലൊക്കെ അർത്ഥമെടുത്താൽ ബ്രാക്കറ്റ് പീരീഡ് എന്നാണ്, ഒരു പ്രത്യേക കാലയളവ് എന്നാണ്. അതിന്റെ അർത്ഥം വേനൽക്കാലമാണ്. അപ്പൊ അത് എത്ര നാളുണ്ട്? 12 മാസം ഇല്ല. അതൊരു ഡിസംബറിലൊക്കെ തുടങ്ങി മെയ്യിൽ തീരും. അപ്പൊ അതൊരു പ്രത്യേക ബ്രാക്കറ്റ് പീരീഡ് ആണ്. അപ്പൊ അത് കഴിയുമ്പോഴോ മഴക്കാലമാണ്, അതൊരു ബ്രാക്കറ്റ് പീരീഡ് ആണ്. ജൂണിൽ തുടങ്ങിയിട്ട് കുറച്ചാൾ കഴിയുമ്പോൾ തീരും. അപ്പൊ ശിശിരകാലമോ അതൊരു ബ്രാക്കറ്റ് പീരീഡ് ആണ്. വസന്തകാലം ഒരു പ്രത്യേക പീരീഡ് ആണ്. അപ്പൊ കാലം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ബ്രാക്കറ്റ് പീരീഡ് ആണ്. ഇതാദ്യം നമ്മളൊന്ന് ഗ്രഹിച്ചിരിക്കുക. എന്നാൽ നാഴിക എന്ന് പറയുന്നത് അതല്ല. നാഴിക എന്ന് പറയുന്നത് ഘടികാര സമയം എന്നാണ്. ഘടികാര സമയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലോക്കിൽ 8 മണിയാകണം. 8 മണിയാകുമ്പോ എന്നോട് പറയാ 1 മണിക്കൂറുണ്ട് പാസ്റ്ററെ, 10 മണിയായിട്ടുണ്ട്, ഇപ്പം 11 മണിക്ക് യോഗം നിർത്തണം പറഞ്ഞിട്ടുണ്ട് എന്നോട്. അപ്പൊ 11 മണി തന്നെ ചെറിയ സൂചി 11-ലെത്തുന്നു. പിന്നെ മിനിറ്റ് സൂചി, സെക്കൻഡ് സൂചി നേരെ മിനിറ്റ് സൂചി 12-ലെത്തുന്നു. സെക്കൻഡ് സൂചി ഇങ്ങനെ ഓടി വരുന്നു. അത് 12-ലെത്തുമ്പോൾ 11 മണിയായി. അതിനെ പറയുന്ന പേരാണ് നാഴിക. നാളും നാഴിക എന്ന് പറഞ്ഞാൽ നമ്മള് ഇപ്പൊ മഴക്കാലം കുറച്ച് നീണ്ടുപോയേക്കാം, ചിലപ്പോ വരാൻ വൈകിയേക്കാം. പണ്ടൊക്കെ ജൂൺ മാസം തുടങ്ങുമ്പോഴേ ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ കൊടയും വടിയും ബാഗും എല്ലാം മഴയത്ത് നനയാനുള്ള ചെരുപ്പും എല്ലാം മേടിച്ചു വെക്കും. ഇപ്പൊ ജൂൺ മാസം മഴ വന്നൊന്നുമില്ല. തോറാന എന്നും പറഞ്ഞൊരു പെരുന്നാളുണ്ട്. 6 ആന ചത്തൊടുകുന്നാ പറയുന്നത്. ചിലപ്പം ഒരു തുള്ളി മഴ പോലും പെയ്യത്തില്ല. കാലം തെറ്റി ഒഴുകുന്ന വഴിയും പുഴകളും മഴകളും ഒക്കെയാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിന്റെ സവിശേഷത. എല്ലാ കണക്കുകളും തെറ്റുകയാണ്. എന്നാൽ സമയം, നാഴിക അതല്ല. പ്രത്യേകം ചിന്തിച്ചോളൂ. കാലം എന്ന് പറയുമ്പോൾ ഈ കാലത്ത് വരാം, അടുത്ത കാലത്ത് വരാം, പെന്തിക്കോസിൽ അപ്പച്ചന്മാരുടെ കാലത്ത് വരാം, എന്റെ കാലം കഴിഞ്ഞ് വരാം. കാലം, നാഴിക അതല്ല. കറക്റ്റായിട്ട് ആ സൂചി കൃത്യമായിട്ട് ഘടികാര സൂചി എത്തുന്ന സമയം. നമ്മുടെ പെന്തക്കോസ്തുകാരുടെ ഇടയിൽ ഒരു പ്രത്യേക പദപ്രയോഗമുണ്ട്. ഞാനും പറയും, കാരണം ആരെയും വിമർശിക്കുന്നല്ല, പറഞ്ഞ് ശീലിച്ചു പോയി. അതുകൊണ്ടാണ്. ഞാനൊരു പ്രസംഗകനാണല്ലോ. എന്നോട് പറയും 7:30 പ്രസംഗത്തിന് സമയം തരാം, 9 മണി വരെ പ്രസംഗിക്കണം. ഞാൻ 1.5 മണിക്കൂർ എടുക്കും, അവർക്കറിയാം. 7:30 കഴിയുമ്പോ എന്നോട് പറയും കുറച്ചുകൂടെ സമയം വൈകും. ചിലപ്പോ 8, 8:15 ആവും കിട്ടുമ്പോ. വൈകി കിട്ടിയാലും നേരത്തെ നിർത്തുന്നതാണ് അവർക്കിഷ്ടം. അപ്പോ അത് കഴിഞ്ഞ് 1/2 മണിക്കൂർ വൈകി കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ ഒരു പ്രസ്താവനയുണ്ട്, സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. എന്നറിയാമോ? സമയം മുന്നോട്ട് പോയി. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞാൻ ഒരുപാട് പ്രാവശ്യം, മിക്കവാറും ദിവസം കേൾക്കുന്ന ഒരു സാധനമാണ്. നമ്മൾ വിചാരിച്ചതിനേക്കാൾ സമയം മുന്നോട്ട് പോയി. അതുകൊണ്ട് ഒരാളെ നമ്മൾ ക്രൂശിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ സമയം മുന്നോട്ട് പോവില്ല. ഒരു കാലത്തും സമയം മുന്നോട്ട് പോവില്ല. കാരണം ക്ലോക്ക് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നല്ലേ, അത് കൃത്യമായിട്ട്. അതെങ്ങനെ മുന്നോട്ട് പോകുന്നേ? പണ്ടൊരു 10 പടി പുറകോട്ട് വന്നിട്ടുണ്ട്, അത് കൃത്യമായിട്ട് ഓടുന്നു. അതിനെങ്ങനെ മുന്നോട്ട് പുറകോട്ടൊന്നും പോകാനും നോക്കൂല. ആരാണ് പുറകോട്ട് പോയത്? നമ്മള്, സംഘാടകര് പുറകോട്ട് പോയി. അപ്പൊ കുറ്റം ആര് വഹിക്കണം? നമ്മളങ്ങനെ കുറ്റം വഹിക്കുന്ന ആളുകളല്ലല്ലോ. അപ്പൊ നമ്മുടെ കുറ്റം നമ്മൾ ആരെ ചാരി രക്ഷപ്പെടും? വെറുതെ ഇരിക്കുന്ന ക്ലോക്കിനെ കുറ്റം പറിച്ചറിയും. ക്ലോക്കാണ് ചതിച്ചത് എന്നുള്ളൊരു ഭാഷയാണ് വരുന്നത്. സമയം മുന്നോട്ട് പോകത്തില്ല, കൃത്യമായി പോയിക്കൊണ്ടിരിക്കും. ഇതുപോലെ നിങ്ങൾ ആര് സ്തോത്രം പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും, നമ്മൾ ആര് വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും, നമ്മൾ ഇതൊന്നും ശരിയല്ല, ഇമാജിൻ ചെയ്ത കാര്യമാണ്, ഇതൊക്കെ സാങ്കല്പികമാണ്, തലമുറകളെ സഭയിൽ പിടിച്ചു നിർത്താൻ വേണ്ടി പറഞ്ഞ ഉപദേശ സംഹിതയാണ് എന്നൊക്കെ പറഞ്ഞാലും
അങ്ങനെ പറയാൻ കാരണമുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു സഹോദരിയുമായി പാസ്റ്റർ സംസാരിക്കുമ്പോൾ പാസ്റ്റർ പറഞ്ഞു, ഇങ്ങനെയൊക്കെ പറയേണ്ടത് സ്വർഗത്തിൽ പോകണ്ടേ? ഉടനെ ആ സഹോദരി പറയാ, ഇത് സ്വർഗത്തിൽ പോകണമെന്ന് നിർബന്ധം എന്താ? ആരാ വിചാരിച്ചിരുന്നത്? അല്ല സഹോദരിക്കോട്ടെ, എനിക്ക് പോണ്ട. ദേഷ്യം കൊണ്ട് പറഞ്ഞതായിരിക്കും. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നുമില്ല. കുറേ വിശദീകരണം, ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നുമില്ല. പിന്നെ പള്ളി വരുന്നത് എനിക്കതൊക്കെ കേട്ടപ്പം വലിയത് വിഷമമുണ്ടായി. നമ്മൾ വികാരഭരിതമായി പല കാര്യങ്ങൾ പറയേണ്ടി വരുമെങ്കിലും അടിസ്ഥാന കാര്യങ്ങൾ മാറ്റി പറയുക എന്നുള്ളത് നമ്മുടെ പ്രത്യാശയുടെ കുറവ് എന്തോരമാണെന്ന് മനസ്സിലാക്കി. നമ്മുടെ ക്രൈസ്തവികതയുടെ മൂല്യം എന്താ? ക്രിസ്തുവിന്റെ പുനരുത്ഥാനവും സഭയുടെ ഉൽപ്രാപണവും നിത്യതയുമാണ്. മരിച്ചിട്ട് ജീവിക്കുക, അതൊക്കെ ഇപ്പൊ ആര് കണ്ടു പാസ്റ്റേ എന്നൊരാൾ പറഞ്ഞാൽ നിങ്ങൾ പിന്നെ എന്തിനാ ബന്ധുക്കൂസ് നിൽക്കുന്നേ? അതൊക്കെ ഒന്നും നടക്കാം, അതൊക്കെ നമ്മളിങ്ങനെ അങ്ങനെയൊന്നും പറയരുത്. ഇതൊക്കെ നമ്മൾ അടിസ്ഥാനപരമായി പഠിച്ചിരിക്കണം. ക്രിസ്തു ഉയർത്തിട്ടില്ലെങ്കിൽ നമ്മുടെ പ്രസംഗം വ്യർത്ഥമല്ലേ? അതുകൊണ്ട് നാഴിക എന്ന് പറഞ്ഞാൽ നമ്മൾ ആര് വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ഘടികാര സൂചി കൃത്യസമയത്ത് എത്തിച്ചേരുന്ന പോലെ കർത്താവിന്റെ നാളും നാഴികയും കൃത്യസമയത്ത് എത്തിച്ചേരും. എന്താ നാളും നാഴിക എന്ന് പറയാൻ ഒരു വ്യത്യാസം കൂടെ പറയാം. നിങ്ങൾ രണ്ടു നേരം കൈ വെക്കുകയല്ലോ. എല്ലാവരും ഒന്നും മീറ്റിങ്ങിന് തന്നെ വീഡിയോ ഓൺ ചെയ്തിരിക്കത്തില്ല. എല്ലാവരും വീടുകളിൽ ഉണ്ട്, ഈ സ്ക്രീനിന്റെ പിറകിൽ ഉണ്ടെന്ന് നമ്മൾ അങ്ങനെയാണല്ലോ പറയുന്നത്. കാഴ്ചയാലല്ല വിശ്വാസത്താൽ എന്നാണല്ലോ നമ്മൾ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഇതിന്റെ പുറകിൽ ഭയഭക്തി ബഹുമാന പുരസരം പുസ്തകമൊക്കെ തുറന്ന് ഇങ്ങനെ ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ അങ്ങ് വിശ്വസിക്കുന്നു. കാഴ്ചയാലല്ല വിശ്വാസത്താൽ. അങ്ങനെയൊക്കെ നമുക്ക് അങ്ങ് ആശ്വസിക്കാം. അപ്പൊ നിങ്ങൾ ചിന്തിച്ചോളണം, സ്വന്തം ജന്മദിനം അറിയാവുന്നവര് കൈവക്കാൻ ഞാൻ പറയുമ്പോൾ കുറെ പേര് കൈവക്കാറുണ്ട്. സ്വന്തം ജന്മദിനം. അത് കഴിഞ്ഞ് ഞാൻ ചോദിക്കും, അത് ഏത് ദിവസമാണെന്ന് അറിയാവുന്നവര് കൈവക്കാമോ? അപ്പൊ കുറച്ചുപേര് കൈവക്കത്തില്ല. അതേ ഞാൻ ചോദിക്കും, അത് ഏത് മണിക്കൂറാണെന്ന് അറിയാവുന്നവര് കൈവക്കാമോ? 5-6 പേര്. നാഴിക അറിയാവുന്നവര് കൈവക്കാമോ? മിക്കവാറും ആരുമില്ല. അപ്പൊ പിന്നെ വിനാഴിക ചോദിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഞാൻ ഈ പ്രസംഗം ഉണ്ടാക്കാൻ നേരത്തെ എന്റെ അമ്മയോട് ചോദിച്ചു. അമ്മ ജീവനോടെ ഉണ്ട്, സ്ട്രോക്ക് വന്ന് കിടക്കുകയാണ്, എന്നാലും സുബോധമൊക്കെ ഉണ്ട്. ഞാൻ ചോദിച്ചു, ശോശാമ്മേ, പേരാ വിളിക്കുന്ന സ്നേഹം കൊണ്ട് ഞങ്ങൾ അങ്ങനെ പണ്ട് പോലെ ശീലിച്ചു. ഞാൻ എപ്പോഴാ ജനിച്ചേ? നാളും നാഴികയും വല്ലതും പഴയ ആളുകളല്ലേ അറിയാവോന്നറിയാൻ ചോദിച്ചതാ. അപ്പൊ എന്റെ അമ്മ പറയാ, കുറെ ആലോചിച്ചിട്ട്, നീ ആ പടിഞ്ഞാറ് ഭാഗത്തുള്ള ഇല്ലി പൂത്തപ്പഴ ഉണ്ടായി എന്ന് പറഞ്ഞു. അതോടുകൂടെ അമ്മയോടുള്ള സംശയം ചോദിക്കല് അങ്ങ് നിർത്തി. അല്ല, ഇല്ലി 10-30 കൊല്ലം കഴിയുമ്പോൾ പൂത്ത പോയി കഴിഞ്ഞാൽ പിന്നെ അത് ഉണ്ടാകത്തില്ല, നശിച്ചു. അപ്പൊ ഇല്ലി പൂത്തപ്പഴം ഞാൻ ഉണ്ടായെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അവിടെ അങ്ങ് നിർത്തി. അവരത്രയെങ്കിലും പറഞ്ഞല്ലോ, കുഴപ്പമില്ല. ആശുപത്രിക്കാർക്ക് പോലും ചിലപ്പോൾ എഴുതി വെക്കാൻ മറന്നുപോയിട്ടുണ്ടാവും. ഈ ഇരിക്കുന്ന നിങ്ങൾ, നമുക്ക് എല്ലാവർക്കും, എനിക്ക് ഡേറ്റ് ഓഫ് ബർത്ത് അറിയാം, 26/5/1967. ഇനി അവിടെ ഇരുന്നുകൊണ്ട് എന്റെ വയസ്സ് കൂട്ടിക്കൊണ്ടിരിക്കരുത്. ഞാൻ 60 പറഞ്ഞു, അതുകൊണ്ട് ഇനി അത് കൂട്ടി നോക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോ എനിക്ക് ഡേറ്റ് ഓഫ് ബർത്ത് അറിയാം, പക്ഷെ നാളും നാഴിക അറിഞ്ഞുകൂടാ. അതിന്റെ അർത്ഥ വ്യത്യാസം മനസ്സിലായോ? ഇപ്പൊ യേശു വരുന്ന കാലം നമുക്കറിയാം. ആകാശം ചുവന്ന് കണ്ടാൽ, തെളിഞ്ഞു കണ്ടാൽ മഴക്കോളുണ്ടാകും, നല്ല മഴയുണ്ടാകും എന്നൊക്കെ നിങ്ങൾക്ക് പറയാൻ അറിയാം. കാലത്തിന്റെ ലക്ഷണങ്ങളെ വിവേചിക്കാൻ അറിയാം. ഇതല്ല നമ്മുടെ വിഷയം. തെസ്സലോനിക്കയിലെ തിമോഥെയോസ് ലേഖനത്തിലൊക്കെ ഉണ്ട്, കാലങ്ങളെയോ സമയങ്ങളെയോ കുറിച്ച് അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല. ഇപ്പൊ കാലങ്ങളും സമയങ്ങളും അല്ല നമ്മൾ ചിന്തിക്കുന്നത്, നമ്മൾ നാളും നാഴികയാണ് ചിന്തിക്കുന്നത്. ടൈം ആയോ എന്നാണ് ചിന്തിക്കുന്നത്. അടുത്ത വർഷം അച്ചായൻ ഗൾഫിൽ നിന്ന് വരും, ശരി, അത് അടുത്ത വർഷത്തെ കാര്യമല്ലേ. പക്ഷെ ഫ്ലൈറ്റ് കയറുന്നതിന് മുമ്പ് ഞാൻ കയറുകയാണ് കേട്ടോ,
ഇനി വിളിക്കത്തില്ല, സിം വർക്ക് ചെയ്യത്തില്ല, അവിടെ ഇറങ്ങുവാൻ വിളിച്ചോളാം എന്ന് പറഞ്ഞാൽ ഉണ്ടാകുന്ന നമ്മുടെ കാത്തിരിപ്പ് എന്താണ്? ആ കാത്തിരിപ്പിനെയാണ് ഇവിടെ നാളും നാഴിക എന്ന് പറയുന്നത്. ഞങ്ങള് തിരുവനന്തപുരത്ത് നിന്ന് ഗുരുവായൂർ എഗ്മോർ വണ്ടിക്കാണ് മിക്കവാറും പ്രസംഗകര്. ഗുരുവണ്ടി 12, 1, 2:10 വരത്തുള്ളൂ. എല്ലാവരും കിടന്ന് ഉറങ്ങുക. ഇവിടെ ഈ പ്ലാറ്റ്ഫോമില് അടുത്തുള്ള കമ്പാർട്ട്മെന്റിൽ കയറി കിടന്നുറങ്ങുക. ഞാനങ്ങനെ നോക്കിയിരിക്കുകയാണ്. കൃത്യം 2.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇംഗ്ലീഷിലും ഹിന്ദിയിലും മലയാളത്തിലും അനൗൺസ്മെന്റ് മുടങ്ങി. 1:61:28 എഗ്മോറിൽ നിന്നും ഗുരുവായൂർക്ക് പോകുന്ന ഗുരുവായൂർ എക്സ്പ്രസ് അല്പസമയത്തിനകം 3ാമത്തെ പ്ലാറ്റ്ഫോമിൽ എത്തിച്ചേരുന്നതാണ്. അത് കഴിഞ്ഞപ്പോ ഞാൻ ആളുകളെ നോക്കി കേട്ടോ. ഒരാൾ ഉറങ്ങുന്നില്ല. ഉറങ്ങിയവരെല്ലാം ചടപടാന്ന് എഴുന്നേറ്റു. ഉറങ്ങുന്ന കുട്ടികളെ തലയ്ക്ക് കിഴുക്കി എഴുന്നേൽപ്പിക്കുന്നു. ടിക്കറ്റ് എടുത്തു നോക്കുന്നു. ഉറങ്ങിപ്പോലും കൈമോശമെന്ന് അറിയണ്ടേ. S8 ഫ്രം എൻജിൻ, ഞാൻ എവിടെ നിൽക്കണം എന്ന് നോക്കുന്നു. പെട്ടെന്ന് അന്താളിച്ചുകൊണ്ട് പ്ലാറ്റ്ഫോം 3 ആണോ അത് 2 ആണോ എന്ന് നോക്കും. പിന്നെ ഒരു മനുഷ്യൻ ഉറങ്ങിയിട്ടില്ല. ഇന്ന് രാത്രിയിൽ ഈ അല്പസമയം നമ്മൾ ദൈവത്തിന് മുമ്പിൽ ഇരിക്കുമ്പോൾ ഒരു അനൗൺസ്മെന്റ് മുഴങ്ങുകയാണ്. താങ്കൾ നിൽക്കുന്ന പ്ലാറ്റ്ഫോമിലേക്ക് കൃത്യമായ സമയത്ത് മേഘങ്ങളെ വാഹനമാക്കിക്കൊണ്ട് കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ യേശു തന്റെ സഭയെ ചേർക്കാൻ വരുന്നു എന്ന അനൗൺസ്മെന്റ് ആണ് ഈ കേൾക്കുന്നത്. ഈ അനൗൺസ്മെന്റുകൾ ഇന്ന് പലയിടത്തും കേൾക്കുന്നില്ല. രോഗശാന്തിയും പ്രശ്നങ്ങളുടെ പരിഹാരവും വിവിധമായ അനുഗ്രഹങ്ങളുടെയും ഒരു പെരുമഴ തന്നെയാണ് ഇപ്പം മുടങ്ങിക്കൊണ്ടിരിക്കുന്നത്. കുറച്ചൊക്കെ വേണം. എന്നാൽ ആത്യന്തികമായി നമ്മൾ ജനത്തെ പഠിപ്പിക്കേണ്ടത് രക്ഷാനിർണയം പ്രാപിച്ച് വിശുദ്ധിയെ തികച്ച് ജീവിക്കണം. കാരണം യേശു വരാറായി. അതിന്റെ കാലമല്ല, ഒരു പ്രത്യേക ബ്രാക്കറ്റ് പീരീഡ് അല്ല, നാളും നാഴികയും. ഒരുങ്ങി ഇരിക്കണോ നിൽക്കണോ? ഇവിടെ മലയാളത്തിൽ ഒരുങ്ങിയിരിപ്പിന്നാണ്. കുഴപ്പമൊന്നുമില്ല. അത് ആശയം, നമ്മളൊരു മലയാളത്തിൽ ഒരാശയം പറയുകയാണ്. ആ ആശയത്തിന് കുഴപ്പമൊന്നുമില്ല. ഒരുങ്ങിയിരിക്കുക എന്ന് പറഞ്ഞാൽ മാനസിക ഒരുക്കാളുടെ ബോഡി ലാംഗ്വേജ് അല്ല. പക്ഷെ ഞാൻ പറയുന്നത് ആയിരുന്നു. പക്ഷെ അനൗൺസ്മെന്റ് കേട്ട ശേഷം കിടപ്പില്ല, ഇരിപ്പും ഉറക്കുന്നില്ല, എഴുന്നേറ്റ് നിൽക്കുകയാണ്. എന്റെ വാത്സല്യ സഹപ്രവർത്തകരെ, സഹോദരി സഹോദരന്മാരെ, ഷാർജയിലാണെങ്കിലും വയനാട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും, ബഹുനില മന്ദിരമാണെങ്കിലും റെന്റ് ഹൗസ് ആണെങ്കിലും, മാനസികമായി നമ്മൾ ഒരുങ്ങി എഴുന്നേറ്റ് നിൽക്കുന്നവരാണോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ഏത് സമയത്തും കർത്താവിന്റെ ഗംഭീരനാദം കേട്ടാൽ കൂടാരത്തിന്റെ കുറ്റികൾ പറിച്ച് പാക്കപ്പ് എന്ന് പറയുന്ന പോലെ ഒരുങ്ങി നിൽക്കുന്നവരാണ്. ഇരിക്കുന്നവരാണോ എന്നല്ല, നിൽക്കുന്നവരാണോ എന്നുള്ളതിനാണ് ഇന്നത്തെ പ്രസംഗത്തിന്റെ പ്രത്യേക കാര്യങ്ങൾ പറയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എന്റെ ശാരീരിക അവസ്ഥകളൊക്കെ എങ്ങനെ പോകും നോക്കട്ടെ. ഇപ്പോ ഒരു യുദ്ധം നടക്കുന്ന എല്ലാവർക്കും അറിയാമല്ലോ. ഏത് യുദ്ധം നടക്കുമ്പോഴും നമ്മുടെ ആളുകൾ അതിന്റെ വാർത്തയുമായിട്ട് ചാടി വീണിട്ട് യേശു വരാറായി എന്നിങ്ങനെ പറയും. അപ്പൊ നമ്മൾ അത് കേട്ട് ഉത്സാഹത്തോടെ ഒരു അപ്ഡേറ്റ് വാർത്തയാണ് എന്ന് നമ്മൾ ചിന്തിക്കും. ബൈബിളിന്റെ പ്രവചനങ്ങൾ എന്ന് പറഞ്ഞാൽ ദ്വയാർത്ഥ പ്രവചനങ്ങളാണ്. ആ കാലഘട്ടത്തിൽ ഉള്ള സംഭവങ്ങളുമായിട്ടും വ്യാഖ്യാനിക്കാം, ഭാവിയിൽ വരുന്ന കാര്യങ്ങളുമായിട്ടും സംഭവിക്കാം. ഈ കാണുന്നതിനെല്ലാം കൂടെ ബൈബിളുമായിട്ട് അങ്ങോട്ട് ചേർത്ത് പിടിച്ചു പോകരുത്. കമ്പ്യൂട്ടർ ഇറങ്ങിയപ്പോ നമ്മൾ പറയും ഇപ്പൊ യേശു വരും, 666 ഇപ്പൊ യേശു വരും. കമ്പ്യൂട്ടർ ഇറങ്ങിയിട്ട് കാലം എത്രയായി? ഇന്നാളെ ഒരാൾ പറയുന്നത് കേട്ടു. പറയുന്നത് മാസികയിൽ വായിച്ചതാ. നമ്മുടെ പെന്തക്കോസ്ത് മാസികയല്ല, ഏതോ
ഒരു ഗ്രൂപ്പിന്റെ മാസിക, അതിൽ കൊടുത്തിരിക്കുന്നത് മനുഷ്യന്റെ സംഖ്യ 6 6-ാം ദിവസം. 666 666 മൃഗത്തിന്റെ സംഖ്യയാണ്. അതെങ്ങനെ വ്യാഖ്യാനിച്ചു വന്നിട്ട് അദ്ദേഹം കൊടുത്തിരിക്കുകയാണ്, അന്തിക്രിസ്തു, മലയാളത്തിൽ ഇല്ല, ആന്റി ക്രിസ്റ്റോസ് എന്ന പദമാണ്. അതിൽ നിന്നാണ് എതിർ ക്രിസ്തു എന്ന മലയാള പദം. ലേഖനങ്ങളിൽ യോഹന്നാൻ ലേഖനം മാത്രം 5 പ്രാവശ്യം അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് അന്തിക്രിസ്തു വരുന്നത് 3 നിന്നാണ്. നിങ്ങൾ ആരെങ്കിലും അത് വായിച്ചോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ വായിച്ചു. പാസ്റ്റെങ്ങാനും വായിച്ചോ എന്ന് എനിക്കറിയത്തില്ല. അതിന്റെ കാരണം അദ്ദേഹം പറഞ്ഞത് 3-6 ചേരുന്ന സ്ഥലമാണ് മൂന്നാർ. എന്നാ നല്ല വ്യാഖ്യാനം. അതുകൊണ്ട് 3 നിന്നാണ് അന്തിക്രിസ്തു വരുന്നത്. ഇനി അതൊക്കെ കേട്ടിട്ട് അതിന്റെ പുറകെ ഇത് ലൈവായിരുന്നെങ്കിൽ അത് ഗലീലിയ പറയുന്ന ആൾക്കാരൊക്കെ കാണും ചിലപ്പോൾ. നമുക്കിങ്ങനെ ആര് പറഞ്ഞാലും പുതിയൊരു സാധനം കേൾക്കുമ്പോൾ ഗലീലിയ എന്ന് പറഞ്ഞൊരു പണി നമുക്കുണ്ടല്ലോ. പുതിയ തൂത് കേൾക്കുമ്പോൾ എന്നതാ പറഞ്ഞെന്നറിയാം. 3-6 കൂടിയ സ്ഥലമാണ് എന്റെ ജില്ല, എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ. ഇവിടെ ആരെങ്കിലും മൂവാറ്റുപുഴക്കാരുണ്ടെങ്കിൽ അറിയാം. മൂവാറ്റുപുഴ എന്ന് പറഞ്ഞാൽ 3-6 കൂടിയ സ്ഥലമാണ്. അത് ഈ പുള്ളി കണ്ടിട്ടുമില്ല. ഒരു തടാകം പോലെ കിടക്കുന്ന മൂന്നാറിൽ ചെന്ന് പുള്ളി 3 നീർച്ചാലുകൾ കൂട്ടിയുണ്ടാക്കി. അവിടെ പറഞ്ഞിട്ട് കാര്യമില്ല. ചില വർഷങ്ങൾക്ക് മുമ്പ് ഒരു തോമസ് കുട്ടി കട്ടപ്പനയിൽ ദേവാലയം, യെരൂശലേം ദേവാലയം പണിതെന്നും പറഞ്ഞ് വാർത്തയുണ്ടായിരുന്നു. ഒരുപാട് പേര് സംഭാവനയൊക്കെ അയച്ചു കൊടുത്തു. യെരൂശലേം ദേവാലയം എവിടെയാ പണിയുന്നത്? കട്ടപ്പനയിൽ, ഇടുക്കിയിൽ. കട്ടപ്പന എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയാണെന്നും കേരളമാണെന്നും തെക്കേ ഇന്ത്യയാണെന്നും ഇന്ത്യയാണെന്നും മനസ്സിലാക്കാനുള്ള സമയം പോലും നമ്മൾ എടുക്കുകയില്ല. സ്വോത്രം പറഞ്ഞ് കാശ് അയച്ചു കൊടുക്കാൻ. യെരൂശലേം ദേവാലയം കട്ടപ്പന പണിയാം. അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ട് വചനം പഠിക്കണം. നമ്മളില്ലെങ്കിൽ നമ്മൾ ആകും. അത് ഭയങ്കര കൾട്ട് ഗ്രൂപ്പുകളുടെ കുത്തൊഴുക്കാണ് നമ്മൾ നടക്കുന്നത്. ഏതാ ശരി ഏതാ തെറ്റെന്ന് നമ്മൾക്ക് പറയാൻ പറ്റാത്ത വിധമുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ പിള്ളേരെ കഥ കിടന്ന് കറങ്ങുന്ന സംഭവം, സംവാദങ്ങൾ, 24 ദുരുപദേശങ്ങൾ ഇപ്പോൾ ദൈവസഭയ്ക്കകത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. പണ്ട് 4 ഉള്ളൂ. യേശുനാമത്തിൽ സ്നാനപ്പെടണം, സെവന്ത് ഡേ അഡ്വന്റിസ്റ്റ് ചർച്ച്, യഹോവയുടെ സാക്ഷികൾ, പട്ടത്വ സഭകൾ. 4 ദുരുപദേശം നമ്മൾ ഖണ്ഡിച്ചാൽ മതിയായിരുന്നു. നമ്മുടെ സഭയിൽ നിന്ന് തന്നെ 24 ഉപദേശങ്ങളുണ്ട്. അതിനെന്തോ ചെയ്യും? അതുകൊണ്ട് കൃത്യമായിട്ട് നമ്മൾ വചനം പഠിച്ചു പോരണമല്ലോ. യുദ്ധത്തിലേക്ക് ഒന്ന് കടന്നു. ഞാൻ യുദ്ധത്തെ കുറിച്ചും പറഞ്ഞു നിൽക്കുക. ഈ കുറെ നാൾ മുമ്പ് ഒരു യുദ്ധം നടന്നു. അതിപ്പോ ആരും പറയുന്നില്ല. കാരണം ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധമായതുകൊണ്ട് ഇപ്പം മറ്റേതങ്ങ് അടിപ്പെട്ടു. ഈ വാർത്ത ചാനല് പറയുന്ന പോലെ ഇപ്പോ പിന്നെ കർണാടകത്തിൽ ബസ് നദിയിലേക്ക് മറിഞ്ഞെന്ന് പറഞ്ഞ് 24 മണിക്കൂറും വാർത്തയായിരുന്നു. അത് ഇവിടെ വേറെ വാർത്തയൊന്നും ഇല്ലാത്തതുകൊണ്ടാ. എന്തോ ഒരു ലോറി പോകുന്നു. പോയ ഒരാളുടെ ജീവനും വിലപ്പെട്ടതല്ലാത്തത് കൊണ്ടല്ല. അത് 24 മണിക്കൂറും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പിന്നെ അതിനേക്കാൾ വലിയ ന്യൂസ് വന്നപ്പോ അത് വിട്ടു എന്ന് പറയുന്ന പോലെ കുറച്ചു നാൾ മുമ്പ് ഒരു യുദ്ധം നടന്നായിരുന്നു. അറിയാമല്ലോ, റഷ്യയും ഉക്രൈനും തമ്മിൽ. അപ്പൊ റഷ്യ ഉക്രൈൻ തമ്മിൽ നിർത്തുന്നപ്പോ ഈ ചില സ്ഥലത്തൊക്കെ ഉപവാസ പ്രാർത്ഥനയ്ക്ക് പ്രസംഗിക്കാൻ ചെല്ലുമല്ലോ. അപ്പൊ പകല് കുറച്ച് സഹോദരിമാരൊക്കെ ഉണ്ടാകത്തുള്ളൂ. ഒരു സഭയില് ഒരു സഹോദരി പ്രാർത്ഥിക്കുന്ന കേട്ടു, കർത്താവെ, ബലവാനും ബലഹീനും തമ്മിൽ യുദ്ധം ഉണ്ടായാൽ, കാര്യമുണ്ടായാൽ നീ എവിടെ നിൽക്കുമെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിൽക്കുന്നു. എവിടാ നിൽക്കുന്നത്? ഉക്രൈന്റെ കൂടെ. കാരണം ബലവാൻ റഷ്യ, ബലഹീനൻ ഉക്രൈൻ. അതാണ് അമ്മച്ചി പറഞ്ഞതിന്റെ ആശയം. അത് ഏതെങ്കിലും മാസ്റ്റർമാര് പറഞ്ഞു കൊടുത്തായിരിക്കും. അങ്ങനെ പ്രാർത്ഥനയാണ് ഉക്രൈന്. വാട്സാപ്പിൽ ഞാൻ കണ്ടായിരുന്നു. കുറെ കഴിഞ്ഞപ്പോ നമ്മളിന്ന് പ്ലേറ്റ് മാറ്റി. എന്നറിയാമോ? റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, അദ്ദേഹം പറഞ്ഞു പോലും മാർക്സിന്റെയും എംഗൽസിന്റെയും ലെനിന്റെയും പ്രതിമകളൊക്കെ റഷ്യയിൽ നിന്ന് നീക്കം ചെയ്യണം, അവിടെയെല്ലാം ക്രിസ്തുവിന്റെ പ്രതിമ സ്ഥാപിക്കണം. ഞാനെങ്ങും കണ്ടില്ല. ഞാൻ ബിഗ് ന്യൂസ് എന്ന് പറഞ്ഞ് ബ്രേക്ക് ന്യൂസും വായിച്ചിട്ടില്ല. പക്ഷെ വാട്സാപ്പിൽ കൂടെ സാധനം വന്നു. വാട്സാപ്പിലൂടെ കണ്ടമാനം കള്ളത്തരങ്ങളും നുണയൊക്കെ വരുന്നുണ്ട്. നമ്മുടെ ആളുകളൊക്കെ മരിച്ചു എന്നൊക്കെ പറഞ്ഞ്. പണ്ട്
നമ്മുടെ ഡോക്ടർ മുരളീധരൻ മരിച്ചെന്നും പറഞ്ഞ് എന്റെ കയ്യിലും വന്നൊരു വാട്സാപ്പ് സന്ദേശം. പിറ്റേ ദിവസം വന്നു അദ്ദേഹം മരിച്ചിട്ടില്ല എന്നും. അപ്പൊ ഇങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഈ വ്ളാഡിമിർ പുടിൻ അദ്ദേഹം പറഞ്ഞു ഈ പ്രതിമകളൊക്കെ യേശു ക്രിസ്തുവിന്റെ പ്രതി. എനിക്കറിയത്തില്ല കേട്ടോ. ഉടനെ നമ്മൾ പെന്തിക്കോസുകാർ പ്രാർത്ഥന ആരംഭിച്ചു വ്ളാഡിമിർ പുടിന് വേണ്ടി. കാരണം ഇങ്ങനെ ഇതൊക്കെ മാറ്റിച്ച് യേശുവിന്റെ പ്രതിമ സ്ഥാപിച്ചല്ലോ. ഉടനെ പുള്ളി പെന്തിക്കോസല്ലാതെ. അടുത്ത ആഴ്ചയിലുണ്ട് ഉക്രൈനിൽ 50 പടയാളികൾ മഞ്ഞുകട്ടയുടെ മുമ്പിൽ മുട്ടുകുത്തി നിന്ന് ഒരു കയ്യിൽ തോക്കും ഒരു കയ്യിൽ വേദപുസ്തകവും പൊക്കി പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു പടം വന്നു. ഇതൊക്കെ എപ്പോഴുള്ളതെന്ന് ആർക്കറിയാം. ഉടനെ നമ്മൾ ഇപ്പുറത്തോട്ട് ചാടിച്ചു പറഞ്ഞു, കർത്താവ് ഇതെല്ലാം പെന്തിക്കോസാരാ, ഉക്രൈൻകാരെല്ലാം പെന്തിക്കോസാരാ. നമ്മുടെ പിള്ളേരും അവിടെ പഠിക്കാൻ പോയിട്ടുണ്ടല്ലോ, ഉക്രൈനിലൊക്കെ പഠിക്കും, ഡോക്ടർ മെഡിസിനൊക്കെ പോയിട്ടുണ്ട്. നമ്മൾ ഉക്രൈന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോഴുണ്ട് ഇപ്പുറത്ത് പുടിൻ പറയുകയാണ്, ഏതെല്ലാം രാജ്യങ്ങളിൽ ക്രിസ്ത്യൻ ദേവാലയങ്ങൾ തകർക്കപ്പെട്ടിട്ടുണ്ടോ അതെല്ലാം റഷ്യയുടെ ഖജനാവിൽ നിന്ന് പൈസ കൊടുത്ത് പണിയുന്നതായിരിക്കും, ചുമ്മാ ആൾക്കാർ തള്ളിവിടുന്നതാ. ഉടനെ നമ്മളെല്ലാം കൂടെ കൂടിയിട്ട് നമ്മളെന്ന് പറഞ്ഞാൽ കുറച്ച് പേര് റഷ്യക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പോഴാണ് ഒരു വാർത്ത വന്നത്, ഈ ഉക്രൈന്റെ നേതാവ് വ്ളാഡിമിർ സെലസ്കി, ഇപ്പുറത്തെ പുടിൻ, ആ പുള്ളി സാധാരണക്കാരനല്ല, യഹൂദനാണെന്നൊരു വാർത്ത വന്നു. അത് ശരിയാണെന്നാണ് എന്റെ അന്വേഷണത്തിൽ. ഉടനെ നമ്മുടെ ബന്ധുക്കോസുകാർ പറഞ്ഞു, ആ മൊർദെഖായി യഹൂദനാണെങ്കിൽ കുമ്പിടത്തില്ല, അതുകൊണ്ട് ഇവൻ സെലസ്കി യഹൂദനാണെങ്കിൽ മോനെ അവനെ തോൽപ്പിക്കാൻ ഇനി ആർക്കും പറ്റത്തില്ല. നമ്മള് ഉക്രൈന്റെ പക്ഷം ചേർന്നു. പിന്നെ അമേരിക്കന്റെ സെക്രട്ടറി വരുന്നു. ഇതൊക്കെ അക്കാലത്തെ ചർച്ചകളാണ്. എന്തിനു പറയുന്നു, നമുക്കൊരു സ്ഥിരതയില്ലാതെ ചാടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അതാരും പറയുന്നു കേൾക്കുന്നില്ല. അത് അവിടെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. 3000-നും 4000-നും ഇടയിൽ യുദ്ധങ്ങൾ ഒരേ സമയം ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിർത്തി പ്രശ്നങ്ങൾ. നമ്മുടെ ഇന്ത്യയുടെ അതിർത്തി ചെന്ന് നോക്കിയാൽ നിങ്ങൾ വാഗായിലും ഇതൊക്കെ എവിടെല്ലാം വെടിപൊട്ടുന്നുണ്ട്. അതൊന്നും വലിയ കാര്യമായിട്ട് നമ്മൾ എടുക്കുന്നില്ലെന്ന് മാത്രം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഇപ്പോഴത്തെ യുദ്ധത്തിന്റെ രംഗത്തേക്ക് വരുന്നത്. ഉടനെ നമ്മുടെ ആളുകൾ റഷ്യ ഉക്രൈൻ വിട്ടു. ഇപ്പൊ എല്ലാവരും ഇറാന്റെയും പിന്നെ ഇസ്രായേലിന്റെയും പറയുകയാണ്. ഞാനൊക്കെ ആകാംക്ഷ നോക്കി. അതുകൊണ്ട് രാത്രിയാണല്ലോ ഒന്ന് ചിന്തിക്കണേ. ഇനി നടക്കാൻ പോകുന്നത് 3 ലോകമഹായുദ്ധങ്ങളാണ്. നമ്മൾ ഒരുപാട് പ്രസംഗം കേൾക്കുമ്പോൾ നമ്മൾ ആരാധിക്കട്ടെ, ഇതൊരു ക്ലാസ് പോലെ പൊക്കോട്ടെ. എന്റെ ശബ്ദത്തിന്റെ പരിമിതിയും ബലഹീനതയൊക്കെ ഞാൻ പറഞ്ഞല്ലോ, അതാണ് ആവർത്തിച്ച് പറയുമ്പോൾ വൃത്തികേടാം. ഇനി നടക്കാൻ പോകുന്ന ബിബ്ലിക്കലായി 3 ലോകമഹായുദ്ധങ്ങളാണ്. നമ്പർ 1, 3-ാം ലോകമഹായുദ്ധം ആദ്യം നടക്കണം. രണ്ടാമത്തേത് ഹർമഗദ്ദോൻ യുദ്ധം നടക്കണം. മൂന്നാമത്തേത് ഗോഗ് മാഗോഗ് യുദ്ധം നടക്കണം. ഭാവിയിൽ നടക്കാൻ പോകുന്ന 3 ലോകമഹായുദ്ധങ്ങൾ. ഇത് ബൈബിൾ പറയുന്നതാണ്. ഇനിയിപ്പം നിരീശ്വരവാദികളും യുക്തിവാദികളും ഒന്നും അംഗീകരിച്ചാലും ഇല്ലെങ്കിലും നമ്മൾ വേദപുസ്തകം വിശ്വസിക്കുന്നു, അതുകൊണ്ട് നടന്നേ പറ്റൂ. 1-ാം ലോകമഹായുദ്ധം ബൈബിളിനകത്ത് സൂചനയുണ്ട്. എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഒരു പുസ്തകം പരിചയപ്പെടുത്താം. മഹൽ പ്രവചനങ്ങൾ, ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ സ്ഥാപക പ്രസിഡന്റ് ആയിരുന്ന കെ എബ്രഹാം സാറിന്റെ ഒരു പുസ്തകം. ഞാൻ ഒരുപാട് തവണ വായിച്ചു. മഹൽ പ്രവചനങ്ങൾ. അതിൽ 1914 1-ാം ലോകമഹായുദ്ധം ഉണ്ടാകുമെന്ന് അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട്. എല്ലാവർക്കും സ്വീകാര്യമായിക്കൊള്ളുന്നില്ല, പക്ഷെ ഞാൻ നോക്കിയപ്പോൾ എനിക്കൊരല്പം സ്വീകാര്യം തോന്നി. ലേവ്യ പുസ്തകത്തിലെ 28-ാം അധ്യായത്തിൽ നിന്ന് 5 വാക്യങ്ങൾ എടുത്തുകൊണ്ട് 7 മടങ്ങ് ശിക്ഷിക്കുമെന്നുള്ളത് 7 ടൈംസ് 7 കാലങ്ങൾ, 7 കാലങ്ങൾ 7 വർഷം, 7 വർഷം 2520 ദിവസം. അത് വർഷം, ഒരു ദിവസത്തെ ഒരു വർഷമാക്കുമ്പോൾ 2520 കൊല്ലം. ഇങ്ങനൊരു വ്യാഖ്യാനമുണ്ട്. ആ വ്യാഖ്യാനം പരിശോധിച്ചാൽ ഇസ്രായേൽ ജനം ശിക്ഷിക്കപ്പെടുന്നത് BC 606-ലാണ്.
നിങ്ങൾ എനിക്ക് വിരോധമായി നടന്നാൽ ഞാനും നിങ്ങൾക്ക് വിരോധമായി നടന്ന് നിങ്ങളെ 7 മടങ്ങ് ശിക്ഷിക്കുമെന്ന് പറയുന്ന 2520 വർഷം കഴിയുമ്പോൾ അവർക്ക് രാജ്യം തിരികെ കിട്ടണം. 4600 പേരെ യഹോയാക്കീൻ, സിദക്കിയാവ് 3023, 745, 832 ഒക്കെ ആയിട്ട് പിടിച്ചോണ്ട് പോയതാ. ആലയം പോയി, രാജ്യം പോയി, എല്ലാം പോയി. പിന്നെ AD 70 72 രാജ്യം, 135 ഹാദ്രിയൻ കൈസന്റെ കാലഘട്ടത്തിൽ 115 രാജ്യം പിരിഞ്ഞുപോയി. അപ്പൊ 2520 കൊല്ലം കഴിയുമ്പോൾ ശിക്ഷാവിധി മാറണ്ടേ? BC 606 നിന്നും കാൽക്കുലേറ്ററിൽ കുത്തി നോക്കിയാൽ 2520 കൊല്ലം കഴിയുമ്പോൾ AD 1914 എത്തും. അവിടമാണ് 1-ാം ലോകമായിട്ട് ആരംഭിക്കുന്നത്. ബ്രിട്ടനും ഓസ്ട്രിയയും തമ്മിൽ ബെർഡിനന്റിന്റെ അപകടം, കല്ലേറ്, മരണം തുടങ്ങിയ സംഭവം അതൊന്നും ഞാൻ പറയുന്നില്ല. പാതിരാത്രി നിന്ന് 1-ാം ലോകമായിട്ടും പറഞ്ഞുകൊണ്ടിരുന്ന നിങ്ങൾ എല്ലാവരും കൂടെ ഉറങ്ങിപ്പോകും. അതുകൊണ്ട് ഞാനും പറയുന്നില്ല. അപ്പൊ 1-ാം ലോകമായിട്ടും 4 കൊല്ലം കൊണ്ട് 14 ആരംഭിച്ചു. 18 11-ാമത്തെ മാസം 11-ാം തീയതി 11 മണിക്ക് യുദ്ധപരിസമാപ്തിയിൽ ഒപ്പുവെക്കപ്പെട്ടു. എന്താണ് ഗുണമുണ്ടായെന്നറിയാമോ? ഒരുപാട് നാശനഷ്ടം ഉണ്ടായെങ്കിലും ഇസ്രായേൽ എന്ന രാജ്യം അവർക്ക് തിരികെ കിട്ടി. അത് പറയണമെങ്കിൽ നിങ്ങൾക്ക് അറിയാം, യുദ്ധചരിത്രമൊക്കെ അറിയാം. ഞാനൊരു കർത്താവിനെ കുറിച്ച് പുസ്തകമുണ്ട്. പുനരാഗമനം മുതൽ പുതിയ യെരൂശലേം വരെ 71 അധ്യായങ്ങൾ, 150 ബൈബിൾ സ്റ്റഡി. ഇഷ്ടംപോലെ. ഇപ്പം പുസ്തകം 4-ാമത്തെ എഡിഷനാണ്. അതിൽ ഈ 3 ലോകമഹായുദ്ധവും 3 അധ്യായമായിട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോ അങ്ങനെ ചിന്തിക്കുമ്പം 1-ാം ലോകമഹായുദ്ധം അവസാനിക്കുമ്പം ഇസ്രായേൽ രാജ്യം കിട്ടി. 2-ാം ലോകമഹായുദ്ധം അത് തീർന്നപ്പോ 48 മെയ് 14 ഇസ്രായേൽ സ്വതന്ത്രമായി. ഇതൊക്കെ വിശദീകരിച്ച് പറയേണ്ടതാ. അപ്പൊ 1-ാം ലോകമഹായുദ്ധം കഴിഞ്ഞപ്പോ രാജ്യം കിട്ടി. 2-ാം ലോകമഹായുദ്ധം കഴിഞ്ഞപ്പോ രാജ്യം സ്വതന്ത്രമായി. പിന്നെ 65 അവര് 6 മഹായുദ്ധങ്ങൾ, 1068 പ്രാവശ്യം 21 മുസ്ലിം രാജ്യങ്ങളുമായി യുദ്ധങ്ങൾ, 85 കൊടിയുയർത്തി ഒക്കെ നടക്കുന്നുണ്ട്. ഗാസാമുനമ്പിൽ വെസ്റ്റ് ബാങ്കിൽ വെടിപ്പ് നടക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചിന്തിച്ചു നോക്ക്, 1-ാം ലോകമഹായുദ്ധവും 2-ാം ലോകമഹായുദ്ധവും ഫോക്കസ് ചെയ്തത് ഇസ്രായേലിനെ ആയിരുന്നെങ്കിൽ 3-ാം ലോകമഹായുദ്ധവും ഇസ്രായേലിനെ ഫോക്കസ് ചെയ്യണ്ടേ? അതുകൊണ്ട് നമ്മൾ പൊതുവെ വിശ്വസിക്കുന്നത്, നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ വേണ്ട കേട്ടോ, സംശയം ഉണ്ടെങ്കിൽ എന്റെ നമ്പറോ ഭാഷ ചോദിച്ചാൽ. നമ്മൾ പൊതുവെ വിശ്വസിക്കുന്നത് ഇറാനും ഇസ്രായേലും തമ്മിൽ യുദ്ധം ഉണ്ടാകുന്നല്ല, ഇസ്രായേലും റഷ്യയും തമ്മിൽ യുദ്ധം ഉണ്ടാകുന്നതാണ്. എവിടെ വാക്യം? യെഹെസ്കേൽ പ്രവചനം 38-ാം അധ്യായം 2-ാമത്തെ വാക്യം. നിങ്ങൾക്കൊരു താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് വായിച്ചാൽ എനിക്ക് മനസ്സിലാകും. ഉറങ്ങുകയല്ല, താല്പര്യം ഉണ്ടെന്ന്. അത് വായിച്ച് 38:2 യെഹെസ്കേൽ പ്രവചനം. മനുഷ്യപുത്ര, റോഷ്, മെഷെക്, ദൂബേൽ എന്നിവരുടെ പ്രഭുവായി മാഗോഗ് ദേശത്തിലെ ഗോഗിന്റെ നേരെ നീ മുഖം തിരിച്ച് അവനെക്കുറിച്ച് പ്രവചിച്ച് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം മതി. നമ്മളിത് അധികം വായിക്കാറില്ലല്ലോ, അതാണ് നമുക്കൊരു തപ്പല്. കുഴപ്പമില്ല, നമ്മൾ പഠിക്കല്ലേ. മനുഷ്യപുത്ര, രോഷ്, മേശക്, തൂബൽ എന്നിവയുടെ പ്രഭുവായി മാഗോഗ് ദേശത്തിലെ ഗോഗിന് നേരെ നീ മുഖം തിരിച്ചു പറയേണ്ടത്. അപ്പൊ ഒരു രാജ്യത്തിന്റെ പേരായി പറയുന്നത്. അതായത് ആ രാജ്യം നോക്കാം. 1 രോഷ്. നിങ്ങളെ ഇംഗ്ലീഷ് ബൈബിൾ കാണുമല്ലോ. അതിന്റെ RUSH, റൂഷ് എന്നാണ്. റൂഷ് എന്ന് പറയുമ്പം നമുക്ക് മലയാളത്തിലേക്കൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാം. അവിടെ നമ്മൾ വായിക്കുന്നത് റൂസ് എന്നതിലേക്ക് വരും. റൂസ് എന്നതിലേക്ക് വരും. റൂസ്. അപ്പോ റൂസ് എന്ന് പറയുന്നത് രാജ്യം എന്നറിയാം. എല്ലാ രാജ്യങ്ങൾക്കും പഴയ പേരുണ്ട്. നമ്മുടെ ഇന്ത്യ, അതിന്റെ പഴയ പേരെന്തുവാ? ഭാരതം. ശ്രീലങ്കയുടെ പഴയ പേരെന്തുവാ? സിലോൺ. ജർമ്മനിയുടെ പഴയ പേരെന്താ? എല്ലാ രാജ്യങ്ങളും പഴയ പേരുണ്ട്. അവിടെ തർഷീസ് എന്ന് പറഞ്ഞ എന്തുവാ?
തർഷീഷ് ബൈബിളിലെ ഗ്രേറ്റ് ബ്രിട്ടൻ ആണ്. അതൊക്കെ ഉണ്ട്. അപ്പൊ കുപ്രോസ്, സൈപ്രസ്, എല്ലാത്തിനും പഴയ പേരുണ്ട് ബൈബിളിൽ, കുറെയൊക്കെ കിടപ്പുണ്ട്. നമ്മളിങ്ങനെ പൂത്തിയർ, കൂശർ എന്നൊക്കെ അങ്ങ് നമ്മുടെ രാജ്യങ്ങൾ അറിയപ്പെടുന്ന രാജ്യങ്ങളൊക്കെ തന്നെയാണ്. ഇതുപോലെ റഷ്യയുടെ പഴയ പേരാണ് റൂസ് ലാൻഡ്. റൂസ് ലാൻഡ് എവിടാ കിടക്കുന്നത്? അതിന്റെ ചുരുക്കപ്പേരാണ് റൂസോ. റൂസോ റൂസോ എന്ന് പറയും. രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ വാർത്തകൾ നമ്മുടെ ലൈബ്രറിയിൽ കാണും, ചെന്ന് നോക്കണം. പത്രക്കട്ടി കൊണ്ടു നോക്കണം. അതിനകത്ത് കൊടുത്തിരിക്കുന്നത് റൂസോ ജപ്പാൻ സംഘടന എന്ന വലിയ ടൈറ്റിൽ. റൂസോ ജപ്പാൻ സംഘടന. ജപ്പാൻ റൂസ് എന്ന് പറഞ്ഞാൽ റഷ്യ എന്നാണ്. അപ്പൊ ഇവിടെ പറയുന്ന റൂഷ് അല്ലെങ്കിൽ റോഷ് എന്ന് പറയുന്നത് റൂഷ് ആണ്, റൂസ് ആണ്, റൂസ് ലാൻഡ് ആണ്, റഷ്യ. അടുത്തെന്താണ്? മേശക്. എന്താ ഈ മേശക് എന്ന് പറഞ്ഞത്? നമുക്ക് ശത്രുക്ക് മേശക് അവരൊക്കെ അറിയല്ലേ. കിഴക്കും പടിഞ്ഞാറുമായി 2 സ്ഥലങ്ങളാണ് മേശക്കും തൂബലും. മേശക്കാണ് മാസ്കോ. ചില വേർഷനിൽ അങ്ങനെ മാസ്കോ ആണ് ഇന്നത്തെ മോസ്കോ. ഒരു തർക്കവും അതിനകത്ത് വേണ്ട. പടിഞ്ഞാറ് നദിക്കരയിലുള്ള ഒരു തൂബയിലെ കേന്ദ്രം എന്നൊരു സ്ഥലമുണ്ട്. ഭൂപടത്തിൽ പോലും പണ്ടുണ്ടായിരുന്നു. ഇപ്പൊ ഭൂപടമൊക്കെ പരിഷ്കരിച്ച് വരുമ്പോൾ കൊച്ചു കൊച്ചു സ്ഥലങ്ങളൊക്കെ മാറി. ഈ 3 സ്ഥലത്തിന്റെയും ദേശമായ മാഗോഗ് ദേശത്തിലെ മംഗോളിയരുടെ അവരുടെ ദേശമായ ഗോഗേ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന വ്യാഖ്യാനിച്ചാൽ ഇത് മലയാള ബൈബിളിലെ കാര്യം ചിലപ്പോൾ നമുക്ക് പിടികിട്ടത്തില്ല. രോഷ്, മേശക്, തൂബൽ എന്നിവിടെ പ്രഭുവായ ഗോഗേ എന്ന് പറഞ്ഞാൽ എന്തോ, ഞാൻ നമ്മുടെ ഇന്ത്യയിലെ ഭാഷയിലേക്ക് കൊണ്ടുവരാം. ഞങ്ങൾ ഈ ബൈബിൾ കോളേജിലൊക്കെ പിള്ളേരെ പഠിപ്പിക്കുന്നത് അങ്ങനെ. തെക്കേ ഇന്ത്യയുടെയും വടക്കേ ഇന്ത്യയുടെയും 7 സുന്ദരികളുടെയും നാടായ ഭാരതമേ എന്ന് വിളിച്ചാൽ ഏതാ രാജ്യം? ഇന്ത്യ. തെക്കേ ഇന്ത്യയുടെയും അതേതാ? കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്ര, തെലുങ്കാന. വടക്കേ ഇന്ത്യയുടെയും എല്ലാം ഞാൻ എല്ലാ സ്റ്റേറ്റിലും പോയിട്ടുണ്ട്. 37 സ്ഥലത്തും പോയിട്ടുണ്ട്. യേശുവിനെ പ്രസംഗിച്ചിട്ടുണ്ട്. പോകാൻ ലക്ഷദ്വീപ് മാത്രമല്ല, അത് ഈ ഒക്ടോബറിൽ പോകും. അപ്പൊ എല്ലാ സ്ഥലത്തും ഞാൻ പോയിട്ടുണ്ട്. ഈ 7 സുന്ദരികൾ ഏതാ? 7 സുന്ദരികൾ നമ്മളൊക്കെ സുന്ദരിമാരാണെങ്കിലും ആസാമാണ് മൂത്ത ചേച്ചി, കേട്ടോ. അപ്പുറത്തോട്ട് കിടക്കുന്ന സ്ഥലങ്ങളാണ് മേഘാലയ, നാഗാലാൻഡ്, ത്രിപുര, മിസോറാം, മണിപ്പൂർ. ഇവരാണ് 7 സുന്ദരികൾ. അതൊക്കെ പോയിട്ടുണ്ട് ഞാൻ. നല്ല രസമാണ് കാണാനായിട്ട്. അപ്പൊ ഈ തെക്കേ ഇന്ത്യയുടെയും വടക്കേ ഇന്ത്യയുടെയും 7 സുന്ദരികളിൽ നാടായ ഭാരതം എന്ന് പറഞ്ഞാൽ നമുക്ക് സംശയമില്ല. നമ്മൾ പോകാത്തോണ്ടാ, നമുക്ക് പഠിച്ചവർക്ക് കുഴപ്പമില്ല. ഇതുപോലാണ് രോഷ്, മേശക്, തൂബൽ എന്നിവരുടെ പ്രഭുവായ ഗോഗേ. ഗോഗ് എന്ന് പറയുന്ന റഷ്യയുടെ പേര്. എല്ലാ യുദ്ധങ്ങളിലും ഗോഗുണ്ട്. വെളിപ്പാട് ദിവസം തീരുന്നവരെ ഗോഗുണ്ട്. ഈ പിരിസ്ട്രോയിക്ക, ഗ്ലാസ്നെസ്റ്റ് ആയിട്ട് മീഖായേൽ ഗോർബച്ചേവിന്റെ കാലഘട്ടത്തിൽ റഷ്യ 15 റിപ്പബ്ലിക് രാജ്യങ്ങളായി പിരിയും. പക്ഷേ ഇപ്പോഴും ഒരു രാജ്യത്തിന്റെ പേര് റഷ്യ എന്ന് തന്നെയാണ്. അതാണ് ആ ബൈബിളിന്റെ ദൈവവിശ്വാസീയത. ഇന്ത്യ 29 സ്റ്റേറ്റും പിരിഞ്ഞതിന് ശേഷം ഏതെങ്കിലും സ്റ്റേറ്റ് ഇന്ത്യ എന്ന് പേരിടാൻ പറ്റുമോ? ഓരോ പേരിൽ ഇടാൻ പറ്റുള്ളൂ. ജമ്മു കാശ്മീർ എന്നൊക്കെ പേരിടാൻ പറ്റുള്ളൂ. ഇത് 15 സ്റ്റേറ്റ് ഒരു രാജ്യത്ത് ഇപ്പോഴും റഷ്യ. എന്താ കാര്യം? ബൈബിളിൽ റഷ്യ ഉണ്ട്. ആ രാജ്യം അങ്ങനെ പേര് അങ്ങനെ തന്നെ നിൽക്കണം. ഇനി 6ാമത്തെ വാക്യം വായിക്ക്. മറ്റേ രാജ്യം എന്നറിയാൻ ഒരു രാജ്യം റഷ്യ എന്നറിയാലോ. 6ാമത്തെ വാക്യം വായിച്ച്. ഏതാ? 38-6. കുഷ്യർ, ഭൃത്യർ, അല്ല 38-6. മോളെ 38 ധരിച്ച പാർസികൾ, കുർഷ്യർ, ഭൃത്യർ, ഗോമെരും അവന്റെ എല്ലാ പടക്കൂട്ടങ്ങളും, വടക്കേ അറ്റത്തുള്ള തോഗൻ ഗ്രഹവും അതിൻ്റെ എല്ലാ പടക്കൂട്ടങ്ങളും എന്നിങ്ങനെ പല ജാതികളെയും നിന്നോട് കൂടെ പുറപ്പെടുമാറ് ആക്കും. ഒരുങ്ങിക്കൊള്ളുക. അത് ഞാൻ പറഞ്ഞു 38-6, 7, 8 മോള് വായിച്ചത്. അതെ, 8ാമത്തെ വാക്യമായി. ഇസ്രായേൽ പർവ്വതങ്ങളെ 38-ാം അധ്യായത്തിന്റെ 8ാമത്തെ വാക്യം വായിച്ച്. ഏറിയ നാൾ കഴിഞ്ഞിട്ട്
നീ സന്ദർശിക്കപ്പെടും. വാളിന് ഒഴിഞ്ഞു ശരി. പോകുന്നതും പല ജാതികളിൽ നിന്നും ശേഖരിക്കപ്പെട്ടതുമായ ഒരു രാജ്യത്തിലേക്ക് നീ ഒടുക്കം വന്നു ചേരും. നിരന്തര ശൂന്യമായി കിടന്നിരുന്ന ഇസ്രായേൽ പർവ്വതങ്ങളിൽ തന്നെ. അപ്പൊ എന്നാൽ മറ്റു രാജ്യം കൃത്യമായി മതി മതി മതി. ഇതാ പല മതിലില്ലാത്ത പട്ടണം. ഈ മതിലും രാജ്യം തമ്മിലുള്ള ബന്ധം വരുന്നത് ചൈനയുടെ വൻമതിൽ കഴിഞ്ഞാൽ പിന്നെ ഇസ്രായേലിന്റെ മതിലാണ്. കാരണം അവിടെ തലയിടിച്ചു പ്രാർത്ഥിക്കുന്ന ഒരേ ഒരു വർഗം അവരാണ്, യൂതരാണ്. മതിൽ എപ്പോഴാ ഇടിഞ്ഞെന്ന് അറിയാമല്ലോ. നെഹമ്യാവിന്റെ കാലം മുതലേ പ്രത്യേക പദമാ. മതിലിടിഞ്ഞു കിടക്കുന്നു, പട്ടണം ദീപിച്ചു കിടക്കുന്നു. അതുകൊണ്ടാണ് ഈ നെഹമ്യാവിന്റെ 52 ദിവസം മതിൽ പണിയാ തീരുന്നത്. പിന്നെ AD 70 115 തകർന്ന തരിപ്പണമായി. അപ്പൊ സകല ജാതികളിൽ നിന്നും 72 115 രാജ്യങ്ങളിൽ നിന്ന് ശേഖരിക്കപ്പെട്ടു. ആ രാജ്യമാണ് ഇസ്രായേൽ. അപ്പൊ നമുക്ക് കാര്യം വ്യക്തമായി. ഒരുപാട് ഞാൻ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അപ്പോ ഇനി നടക്കാൻ പോകുന്ന 3-ാം ലോക മഹായുദ്ധത്തിന്റെ ഒരു ഭാഗത്ത് റഷ്യയും ഒരു ഭാഗത്ത് ഇസ്രായേലുമായിരിക്കും. ക്ലിയർ. എന്തുകൊണ്ട് റഷ്യ ഇസ്രായേലിനെ ആക്രമിക്കുന്നു ചോദിച്ചാൽ ഒരുപാട് കാരണങ്ങളുണ്ട്. ഇവരൊക്കെ പിരിഞ്ഞുപോയ സമയത്ത് എല്ലാ സ്ഥലത്തും യഹൂദന്മാർ പോയി താമസിച്ചു, ഇന്ത്യ അടക്കം. അവരെല്ലാം തിരിച്ചുപോയപ്പോൾ ആദ്യം പോയതൊക്കെ റഷ്യ എന്ന ആളുകൾ പോയത്. കാരണം യോർക്കിൽ നിന്ന് 1500 കുടുംബങ്ങൾ രാത്രിക്ക് രാത്രി പലായനം ചെയ്തു. അമേരിക്ക ചെയ്യുന്ന ഒരു സ്ഥലത്ത് അവർ താമസിച്ചു. അവർ ആ പൈതൃകം മറക്കാതെ ആ സ്ഥലത്തിനിട്ട പേരാണ് ന്യൂയോർക്ക് എന്ന് പറയും. നമ്മുടെ മട്ടാഞ്ചേരിയുടെ പേര് മത്താനച്ചേരി എന്നായിരുന്നു. അവിടെ പൈപ്പും പ്ലംബിംഗ് വർക്കും ചെയ്ത് യഹൂദന്മാരാണ്. ഗൾഫ് രാജ്യങ്ങളിൽ പലതും മണലാരണ്യത്തെ മലർവാടിയാക്കിയത് അവരാണ്. ഭയങ്കര കഠിനാധ്വാനിയാണ്, അറിയാമല്ലോ. നമ്മുടെ കൊടുങ്ങല്ലൂരിന്ന് പോയ ഒരു യഹൂദനാണ് 10 വർഷമായിട്ട് പിന്നെ ഏറ്റവും നല്ല കൃഷിക്കാരന്റെ അവാർഡ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇസ്രായേലിൽ. അപ്പൊ അതൊക്കെ കൂടെ എന്റെ പുസ്തകത്തിൽ ഇസ്രായേലിൽ 35 പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. അപ്പോ ഈ 2 രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം നടക്കുന്നതിന്റെ കാരണം റഷ്യയിൽ നിന്ന് ഒരുപാട് യഹൂദന്മാർ പോയപ്പോൾ അവർക്ക് ഒരുപാട് തകർച്ചകൾ ഉണ്ടായി. പല രാജ്യങ്ങളിൽ യഹൂദൻ മടങ്ങി പോയിട്ടുണ്ടെങ്കിലും അമേരിക്കയിലെ യഹൂദന്മാർ പലരും മടങ്ങിയിട്ടില്ല. ഇംഗ്ലണ്ടിലെ മാഞ്ചസ്റ്റർ സർവകലാശാലയിൽ സയൻസ് പ്രൊഫസറായിരുന്ന ആളെ കുറിച്ചൊക്കെ അറിയാമല്ലോ. തിയോഡർ വില്യംസും ഹെർസലും കാര്യങ്ങളൊക്കെ ചരിത്രം പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ അമേരിക്കയുടെ തലച്ചോറ് എന്ന് പറയുന്ന അവിടെയുള്ള മിക്കവാറും രാജ്യങ്ങളും സ്ഥലങ്ങളിലുള്ള യഹൂദന്റെ തലച്ചോറാണ്. നിങ്ങൾ ഇത് ചോദിക്കുക, നമ്മുടെ ഇത്രയും വലിയ രാജ്യത്തു നിന്നും 2-3 പേർ മാത്രം നോബൽ സമ്മാനത്തിന് അർഹരായപ്പോൾ 91 പേരാണ് അവിടെ നിന്ന് നോബൽ സമ്മാനത്തിനൊക്കെ നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിരിക്കുന്നതും കിട്ടിയിട്ടുള്ളതും. ജന ബുദ്ധിയാ നോക്കിയവന്മാർക്ക് അല്ലേ. ഞങ്ങള് പ്രസംഗം പറയാറുണ്ട്, പറയുമ്പോണ്ട് 3 യഹൂദന്മാരെ തട്ടിയാണ് ലോകചരിത്രം നിൽക്കുന്നത് അല്ലേ. രാഷ്ട്രീയ രംഗത്ത് ഏറ്റവും വലിയ പ്രബുദ്ധനായ, ലോകം അംഗീകരിക്കപ്പെടുന്ന ആളാണ് കാറൽ മാർക്സ്. ശാസ്ത്രീയ രംഗത്ത് ശാസ്ത്രലോകത്തിന്റെ പിതാവെന്ന അപരനാമമാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ ഉള്ളത്. ആത്മീയ ലോകത്ത് ക്രിസ്തുവിന് പകരം വെക്കാൻ ഇന്ന് വരെ ഒരു ദൈവം അവതരിച്ചിട്ടുമില്ല. ഇവര് 3 പേരും പക്കാ യഹൂദന്മാരാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇവരെ തട്ടാതെ ലോക ചരിത്രത്തിന് എന്തെങ്കിലും വരയ്ക്കാനും കുറിക്കാനും പറ്റത്തില്ല. ചരിത്രം കൂടെ കിടക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഹിസ്റ്റോറി, കർത്താവിന്റെ സ്റ്റോറി എന്നൊക്കെ പറയുന്നത്. ഇങ്ങനെ ഒരു ലോകമഹായുദ്ധം ഉണ്ടാകുന്നതിന് റഷ്യയിൽ നിന്ന് പോയ യഹൂദന്മാരും പോയതോടെ അവർക്ക് വലിയ തകർച്ചകൾ നേരിട്ടിട്ടുണ്ട്. നമ്പർ 1 ആയിരുന്ന റഷ്യയൊക്കെ താഴ്ന്നു പോന്നിട്ടുണ്ട്. പിന്നെ ചാവുകടൽ. ലോകത്തിന്റെ കടം മുഴുവൻ തീർക്കാനുള്ള 7 പ്രാവശ്യം തീർക്കാനുള്ള ധാതു ലവണങ്ങൾ അവിടെ ഉണ്ടെന്നാ പറയപ്പെടുന്നത്. ഇതൊക്കെ കാര്യമായിരിക്കും ചുരുക്കുപാതയൊക്കെ അങ്ങോട്ട് പിടിച്ചിരിക്കുന്നത്. അപ്പോ ഈ 2 രാജ്യങ്ങൾ രംഗത്ത് വരുമ്പോൾ 3-ാം ലോക മഹായുദ്ധം സ്റ്റാർട്ട് ചെയ്യും. ഒരു തർക്കവും വേണ്ട. ബൈബിളിന്റെ അടിസ്ഥാനത്ത് നമ്മളിപ്പോ ഇറാനും ഇസ്രായേലാണ് നോക്കുന്നത്. നമ്മൾ നോക്കേണ്ടതെന്നറിയാം, ഈ ഇറാന്റെ ഭാഗത്ത് റഷ്യ ഇറങ്ങുമോ എന്നാണ് നോക്കേണ്ടത്. ഇസ്രായേലിന്റെ മറുവശത്ത് അമേരിക്ക ഓൾറെഡി ഉണ്ട്. അപ്പൊ റഷ്യ കളത്തിലേക്ക് ഇറങ്ങിയാൽ ഇപ്പൊ തന്നെ അനുകൂലമാണ് പല കാര്യങ്ങൾക്കും. അവിടെ ചെന്ന് പൊട്ടുന്ന പടക്കത്തിന്റെ രാസവസ്തുക്കൾ പലതും ഇറാൻ, അതിന്റെ പിറകിൽ ചൈന, അതിന്റെ പിറകിൽ പാകിസ്ഥാൻ, അതിന്റെ പിറകിൽ റഷ്യ. ആ റൂട്ടിൽ മാപ്പിൽ കൂടെ വരുന്നേ. അപ്പോ റഷ്യ കളത്തിലിറങ്ങിയിട്ടില്ല. അത് കളത്തിലിറങ്ങാത്തിടത്തോളം കാലം എന്റെ വിശ്വാസ യുദ്ധം സമാധാനമായിട്ട് അവസാനിക്കും, ലോകം മുൻപോട്ട് പോകും. പക്ഷെ റഷ്യ കളത്തിലിറങ്ങുകയും ഇസ്രായേൽ രംഗത്ത് തുടരുകയും ചെയ്താൽ
ആ യുദ്ധമാണ് ബൈബിൾ പറയുന്ന മൂന്നാം ലോക മഹായുദ്ധം. ആ മൂന്നാം ലോക മഹായുദ്ധം ആരംഭിച്ചാൽ സംഭവിക്കുന്ന എന്താണെന്ന് പറയാനാണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ. ഇതൊക്കെ നമുക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ ഒരു ചോദ്യം ചോദിക്കട്ടെ, ഇസ്രായേൽ രക്ഷ തമ്മിൽ മൂന്നാം ലോക മഹായുദ്ധം ഉണ്ടായാൽ യുദ്ധം നിൽക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണോ വേണ്ടേ? അതിന്റെ ആശയം പറയാൻ പോവുക. ആ ലോകമഹായുദ്ധം ഉണ്ടായാൽ ആർക്കും തടയാൻ പറ്റില്ല. കാരണം ഒരു ഭാഗത്ത് ഇസ്രായേൽ, അമേരിക്ക, നാറ്റോ ശക്തികൾ അങ്ങനെ നിൽക്കുക, ഒരു ഭാഗത്ത് റഷ്യ, ഇറാൻ എങ്ങനെ നിൽക്കുക, ഒപെക് രാജ്യങ്ങൾ, ചേരിചേരാ പ്രസ്ഥാനങ്ങൾ, ഐക്യരാഷ്ട്ര സംഘടന, ഈ രണ്ടും രണ്ട് ഭാഗത്തോട്ട് മാറി ആരെ പിടിച്ചു കെട്ടാനാണ്? അങ്ങനെ വരുമ്പോൾ സുന്ദരനും സുമുഖനും അരോഗതൃഢഗാത്രനും ജ്ഞാനസമ്പൂർണനുമായ ഒരാൾ രംഗത്ത് വരും. അങ്ങേര് പറയും, ഞാൻ ഈ യുദ്ധത്തിന് പരിസമാപ്തി കുറിക്കാം. അതിനെ പുള്ളി കൊണ്ടുവരുന്ന 10 ഇന കാര്യപരിപാടികളുണ്ട്. നമ്മുടെയൊക്കെ സങ്കല്പങ്ങൾ തകിടം മറിയും കേട്ടോ. എന്താ 10 അത് ട്രംപും പിന്നെ കൊണ്ടുവരുന്നൊന്നുമല്ല, ഭയങ്കര ബൃഹത്തായ പരിപാടിയാ. അതാണ് നമ്മൾ പറയുന്നത് 10 ഇന കാര്യപരിപാടികൾ. നമ്പർ 1, എന്തിനാണ് ഈ ഇതുമാത്രം കറൻസികൾ? ഒരു കറൻസി മതി. അങ്ങനെ ഏകലോക കറൻസി. നിങ്ങൾ ഇന്ത്യയുടെ നോട്ട് കയ്യിലുണ്ടെങ്കിൽ പിടിച്ചു നോക്കിയോ. സ്വതന്ത്ര കാഴ്ചയൊന്നുമില്ല, അവന്റെ കൈ കാണത്തില്ല. ഇന്ത്യയുടെ നോട്ടിന്റെ ഒരു ഭാഗത്ത് ഇപ്പോഴും ബ്ലാങ്കാ, വൈറ്റ് കളറിൽ. എന്തുവാ അവിടെ വെച്ചിരിക്കുന്നത്? നമ്മൾ വിചാരിച്ചു അവിടെ ഒന്നുമില്ല. അതുകൊണ്ട് പണ്ട് അരി മേടിച്ച് പലചരക്കടക്കാരൊക്കെ ബാക്കി കാർത്തിയാനി ചേച്ചി 40 രൂപ തരാണ്ട് അവിടെ എഴുതി വെക്കുന്നത്. നേരെ മേളിലോട്ട് നോക്കണം കേട്ടോ. നോക്കുമ്പോൾ നാഥുറാം ഗോഡ്സെയുടെ വെടിയേറ്റ് മരിച്ച മഹാത്മാ ഗാന്ധിജിയുടെ ശിരസ് അവിടെ ആലേഖനം ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് വേറെ ആവശ്യമില്ലാതെ ഇപ്പൊ സർക്കാർ പറഞ്ഞ അവിടെ ഒന്നും എഴുതാൻ പാടില്ല. തീക്കൊള്ളിയുടെ തലയുറിയാന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കുറിക്കുന്നതെല്ലാം ഗാന്ധിജിയുടെ തലയിലാന്ന് ഓർത്തോളണം ആൾക്കാർ. ചുമ്മാ വെള്ളക്കടലാസിനകത്തല്ല കുറിക്കുന്നത്, ഓർത്തോളണം. വേറെ ഇഷ്ടംപോലെ സ്ഥലമില്ലയോ? അപ്പോ ഒറ്റ രാത്രി കൊണ്ട് ഈ ബ്ലാങ്കായി കിടക്കുന്ന ഭാഗത്ത് ഒരു സീലടിക്കാൻ പറ്റില്ലേ എതിർ ക്രിസ്തുവിന്റെ ആൾക്കാർക്ക്? ഞാൻ ചോദിക്കട്ടെ, ഊർജിത് പട്ടേൽ പോലും അറിയാതെ 2000 കോടി രൂപയുടെ നാണയങ്ങൾ ഇവിടെ ഒറ്റ രാത്രി കൊണ്ട് മാറ്റിയില്ലേ ബഹുമാനപ്പെട്ട നരേന്ദ്രമോദി സർക്കാർ? മാറ്റിയില്ലേ? അപ്പൊ ഇന്ത്യ എന്ന് പറഞ്ഞാൽ എന്താ? ലോകത്തിലെ ജനസംഖ്യയിൽ നിൽക്കുകയാണ് 2ാം സ്ഥാനത്ത്. ഇപ്പൊ ഇന്ത്യ ചൈനയൊക്കെ മറികടന്നു. അപ്പോ നമ്മുടെ ഇന്ത്യൻ കറൻസി പോലും തയ്യാറായി നിൽക്കുകയാണ്. ഏകലോക കറൻസി, ഒറ്റ കറൻസി മതി, ഒറ്റ പൗരത്വം. ശങ്കൻ വിസ അറിയത്തില്ല. 22 രാജ്യങ്ങളിൽ പോകാം. യൂറോപ്യൻ യൂണിയനിൽ പോയാൽ, UK പോയാൽ UK, അപ്പുറത്തോട്ട് അയർലൻഡിൽ പോവാം, സ്കോട്ട്ലൻഡിൽ പോവാം, വെയിൽസിൽ പോകാം. പോവാന്ന് ഒറ്റ വിസ മതി. ഒറ്റ വിസ ഉണ്ടെങ്കിൽ എവിടെയും പോകാം. ഇപ്പൊ അമേരിക്കക്കാർക്ക് ഒരു പാസ്പോർട്ട് മതിയല്ലോ എവിടെയും പോവാൻ. അത് എല്ലുമ്പോഴേക്കും അടിച്ച് അകത്തോട്ട് കയറ്റി വിടുക. നമ്മൾ എവിടെ ചോദിക്കുന്നേ? അപ്പൊ ഒറ്റ വിസ മതി, വരാൻ പോവാണ്, ചിന്തിച്ചോളാം. അങ്ങനെ 9 കാര്യങ്ങൾ പുള്ളി പറയും. 9 കാര്യങ്ങൾ. എന്റെ സമയമാവുന്നു. 9 കാര്യങ്ങൾ. ഏതൊക്കെ? ഏകലോക നാണയം, ഏകലോക പിന്നെ ലീഡർ, ഏകലോക ലീഡർ, ഏകലോക പൗരത്വം. ഇങ്ങനെ വന്ന് 9 കാര്യങ്ങളും പുള്ളി 3.5 കൊല്ലം കൊണ്ട് സാധ്യമാക്കും. 10ാമതൊരു കാര്യം കൊണ്ടുവരും. അതിനകത്ത് യഹൂദന് ഇടയും. കാരണം ഈ 9 കാര്യങ്ങൾ കൊണ്ടുവരുമ്പോൾ യഹൂദന് മനസ്സിലാവും ഇവനാണ് സാക്ഷാൽ മശിക. അല്ലാണ്ട് കാലിത്തൊഴുത്തിൽ പിറക്കുന്ന, കല്ലടാവിൽ ജനിക്കുന്ന, കാക്കാശിന് വകയില്ലാത്ത, കഴുതപ്പുറത്ത് യാത്ര ചെയ്യുന്ന, ക്രൂശിൽ മരിച്ച യേശുവിനെ അവർ അംഗീകരിക്കുന്നില്ല ഇപ്പോഴും. അപ്പൊ ഇങ്ങനെ ഈ ലോകത്തിന്റെ രാജാവായി വരുന്ന 9 കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവര് പറയും ഇവനാണ് യഹൂദനാണ്, ഇവനാണ് മശിക. പക്ഷെ 10ാമത്തെ കാര്യം കൊണ്ടുവരുമ്പോൾ അവരിടയും. കാരണം അവർ പണിത യെരൂശലേം ദേവാലയത്തിൽ ഇവന്റെ വിഗ്രഹം സ്ഥാപിക്കും. ഏകലോക ദൈവം എന്ന 10ാമത്തെ സംഭവം കൊണ്ടുവരും. അപ്പൊ യഹൂദനിടയും. കാരണം അവന്റെ പ്രമാണത്തിൽ വിഗ്രഹാരാധനയില്ല. അത് നമ്പർ 1 കൽപ്പനയാണ്. ആലയത്തിൽ വെച്ചിരിക്കുന്ന വിഗ്രഹം എതിർ ക്രിസ്തുവിന്റെയാണെന്ന് മനസ്സിലാക്കുകയും അവനോട് അവരെ എതിർക്കുകയും ചെയ്യുമ്പോൾ പിറ്റത്തെ 3.5 വർഷം യഹൂദന്റെ ആളുകൾ ശിരച്ഛേദം ചെയ്യപ്പെടും. അങ്ങനെ ഗുണമുണ്ട് അവർക്ക്. സത്യം അറിഞ്ഞാൽ പിന്നെ നേരെ നിൽക്കും. അങ്ങനെ 3.5 കൊല്ലത്തിനിടയിൽ രക്തസാക്ഷികളാകുന്നതിന്റെ എണ്ണമാണ്
വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന 1:44. ചാകുന്നവൻ ജാകുന്നവൻ വിളിക്കും, കർത്താവെ രക്ഷിക്കണമെന്ന്. അപ്പൊ കർത്താവ് പറയണ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യ്, കാരണം പുനരുത്ഥാന നിരകൾ 4 ഘട്ടമായിട്ടാണ്. എല്ലാവരും വന്ന് ചേരട്ടെ എന്ന് പറയും. അത് 7 കൊല്ലം കഴിയുമ്പോൾ കർത്താവ് സഭയുമായിട്ട് വരും. അവിടെ അർമ്മഗദ്ദോൻ യുദ്ധം നടക്കും. അവിടെയും റഷ്യ പരാജയപ്പെടും. ഇവിടെ ഒരു കാര്യം ഓർപ്പിക്കുന്നത്, ഞാൻ തിരിച്ചു പോവാണ്, അല്പം ഫ്ലാഷ് ബാക്ക് ശ്രദ്ധിച്ചോളാം. 10 കാര്യപരിപാടിയുമായിട്ട് എതിർ ക്രിസ്തു രംഗത്ത് വന്ന് ലോകത്തിന്റെ സ്റ്റിയറിംഗ് ഇവൻ ഏറ്റെടുക്കുമെന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾ പ്രതികരിക്കണം കേട്ടോ. അപ്പൊ പറയാനൊന്നും പറ്റത്തില്ലെന്നറിയാം. അങ്ങനെ സംഭവിക്കുമ്പോൾ, എതിർ ക്രിസ്തു ലോകത്തിന്റെ ഭരണം ആന്റി ഏറ്റെടുക്കുമ്പോൾ ഇവിടെ സഭയുണ്ടോ ഇല്ലയോ? ഉത്തരം സഭയില്ല. എന്റെ പഠനമാണ് കേട്ടോ, എന്റെ പഠനമാണ്. സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി, ഞാൻ അത് സന്തോഷത്തോടെ പറഞ്ഞുതരാം. 10 കാരണങ്ങൾ പറയാം. സഭയില്ല. അപ്പൊ സഭ എപ്പോ പോവും? ഉത്തരം, നിന്റെ കുറുപ്രാവിനെ ദുഷ്ടമൃഗത്തിന് ഏൽപ്പിക്കത്തില്ല കർത്താവ്. എതിർ ക്രിസ്തുവിന്റെ മഹാപീഡന കാലഘട്ടത്തിൽ 60 ബാധകളാണ് ദൈവം അയക്കുന്നത്. ഒരു കോവിഡ് വന്നിട്ട് 33% പെന്തിക്കോസ്തുകാരെ പള്ളി കയറിയിട്ടില്ല. പിന്നെ 60 ബാധകൾ നെഞ്ചും നെറ്റിയും കൊടുത്ത് പിടിച്ചു വെക്കുന്നത് ആർക്കാണ് കഴിവ്? ഇനി ഈ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ആരും പറയാണ്, അങ്ങനെയൊന്നല്ല മഹാപീഡന കാലക്കൂടെ സഭ കടന്നു പോകും, പോയേ പറ്റൂ എന്നൊരു വാശിയുണ്ടെങ്കിൽ ഞാൻ വിട്ടുതരുന്നു. എന്റെ ആഗ്രഹം, എനിക്ക് കോവിഡ് ചുമ പോലും പിടിച്ചു നിർത്താനുള്ള കഴിവില്ലാത്തതുകൊണ്ട് എന്റെ ആഗ്രഹം, കർത്താവെ മഹാപീഡന കാലത്തിന് മുമ്പ് സഭ എടുക്കപ്പെടണമെന്നാണ്. ഞാനങ്ങ് പോകും കേട്ടോ, കർത്താവ് വന്നാൽ. ആഗ്രഹമുണ്ട്, പോണോ. അത് കഴിഞ്ഞ് വരുന്നവര് അത് കഴിഞ്ഞ് വന്നാ മതി, എനിക്ക് പിണക്കമൊന്നുമില്ല. പിന്നെ അത് കഴിഞ്ഞ് അവിടെ വന്നേക്കണം, കാണാൻ ഭാഗ്യമുണ്ടായാൽ കാണാൻ പറ്റണം, അത്രേ ഉള്ളൂ. നമ്മളിതിനെ കൊടുത്തേ സ്വത്രം. ഇവിടെ പറയേണ്ട കാര്യം അറിയാമോ? ഇപ്പൊ ആളുകൾ നോക്കി നിൽക്കുന്നത്, എതിർ ക്രിസ്തു ഭരണം സ്ഥാപിക്കുന്നതിന് മുമ്പ് സഭ എടുക്കപ്പെടണമെങ്കിൽ എപ്പോൾ കർത്താവ് വരും? ഉത്തരം, ലോകം 3-ാം ലോക മഹായുദ്ധത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ എതിർ ക്രിസ്തു, അതായത് 3-ാം ലോക മഹായുദ്ധത്തിന് ശംഖുലി മുഴങ്ങി പടക്കോപ്പുകളുമായി കപ്പലുകൾ നങ്കൂരമിട്ട് യുദ്ധമുഖത്തേക്ക് വരുന്ന ഒരു കാഹളം ഇവിടെ മുഴങ്ങും. അതാണോ ഈ കാഹളം? കേട്ടുകൊണ്ടിരിക്കണം. 2, മറുപുറത്തു നിന്നും തന്റെ സകല സന്നാഹങ്ങളുമായി ഈ യുദ്ധത്തിന്റെ പോർമുഖത്തേക്ക് ഇരമ്പി എത്തുന്ന ഒരു എതിർ ക്രിസ്തുവിനെ കാണാം. ഈ രണ്ടും ഇവിടെ വരുമ്പോൾ ദൈവമക്കൾ മനസ്സിലാക്കണം, നമ്മൾ ഒരു ഭാഗത്തു നിന്ന് വരുന്ന യുദ്ധവും ശ്രദ്ധിക്കണം, മറുഭാഗത്ത് വരുന്ന എതിർക്കും ശ്രദ്ധിക്കണം. ഇവൻ വന്ന് ചാർജ് ഏറ്റെടുക്കുന്നതിന് തൊട്ടു മുൻപ് കർത്താവ് താൻ ഗംഭീരനാഥം മുഴങ്ങും, ദൈവസഭ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടും. സ്തോത്രം. അത് പറയാനാണ് ഞാൻ ഈ വളച്ചേറ്റി കൊണ്ടുവന്നത്. അപ്പൊ ഒന്നാമത്തെ കാര്യം, 3-ാം ലോക മഹായുദ്ധത്തിന്റെ സ്റ്റാർട്ടിങ്ങിൽ സഭ മാറ്റപ്പെടും. രണ്ടാമതൊരു തെളിവും കൂടെ പറയാം. ഇപ്പൊ തന്നെ ഞാൻ മനസ്സിലാക്കുന്ന, യഹൂദന് ആലയം പണിയുവാൻ 2 ആലയം പണിയാനുള്ള ഉപകരണങ്ങൾ സംഘടിപ്പിച്ച് വെച്ചിരിക്കുന്നു. ഒന്ന് കരയിലും ഒന്ന് കടലിലും. ആക്രമിക്കപ്പെട്ടാലും കരയിലുള്ളത് നശിപ്പിക്കപ്പെടും, അവൻ പണിതിരിക്കും. അതിന് കാരണമുണ്ട്. ദാവീദിന്റെ യേശുവിന് 4 അവകാശ പേരുകളാണ്. ഒന്ന് എന്തുവാ? അബ്രഹാമിന്റെ പുത്രൻ. 2, ദാവീദിന്റെ പുത്രൻ. 3, മനുഷ്യപുത്രൻ. 4, ദൈവത്തിന്റെ പുത്രൻ. ഈ പുത്രൻ എന്ന് പറഞ്ഞാൽ എന്താ? മക്കളെങ്കിലോ അവകാശികളുമാകുന്നു. അപ്പോ അബ്രഹാമിന്റെ പുത്രൻ എന്ന് പറഞ്ഞാൽ അബ്രഹാമിന് എന്തോ അവകാശം? കാൽ ചവിട്ടുന്ന ദേശമൊക്കെ അവകാശമായിട്ട് കൊടുക്കും. അപ്പൊ ഇസ്രായേൽ ഉൽപ്പത്തി 15 ഭൂപ്രദേശം 1100 മൈലായി യാത്ര ചെയ്ത് ഇന്ന് 3-1 ഉള്ളൂ. അപ്പൊ അബ്രഹാമിന്റെ പുത്രനാണ് യേശുവെങ്കിൽ അബ്രഹാമിന് കൊടുത്ത ഇസ്രായേൽ രാജ്യം യേശുവിന് അവകാശപ്പെട്ടതാണെന്ന് അർത്ഥം. സ്തോത്രം. 2, ദാവീദിന്റെ പുത്രൻ. ദാവീദിന് എന്തുവാ? പുള്ളിക്ക് ദൈവം കൊടുത്തൊരു പ്രത്യേകത, നിന്റെ സിംഹാസനം ഞാൻ സ്ഥിരമാക്കുന്ന. സിംഹാസനം സ്ഥിരമാക്കും. ദാവീദ് 4 പതിറ്റാണ്ട് പിരിച്ച് പുള്ളി പോയില്ലയോ? പിന്നീട് ശലോമോൻ വന്നില്ലയോ? രഹബയാം വന്നു, യോരയാം വന്നു, രാജ്യം 2ആയി.
19 രാജാക്കന്മാർ രണ്ട് ഭാഗത്തും ഭരിച്ചു. 19, 19, 38 ശൗൽ, ദാവീദ്, ശലോമോൻ. 41 രാജാക്കന്മാർ 411 വർഷം ഭരിച്ചു. എവിടെ രാജ്യം സ്ഥിരം? പിന്നെ ഇപ്പൊ നമ്മളുള്ള റോമൻ ബാബിലോൺ, മേദ്യ, പാർസ്യ, ഗ്രീസ്, റോമൻ വന്നു. നമ്മുടെ ഇടയിൽ ആണ്ട് BJP, കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ പറയുന്നത് 5 കൊല്ലം കഴിയുമ്പോൾ അങ്ങോട്ട് പോകാത്ത, 5 കൊല്ലം കഴിയുമ്പോൾ ഇങ്ങോട്ട് പോകാത്ത, ഡീൽ ചെയ്യാത്ത, ഇന്നത്തെ വാർത്ത ഏതാണല്ലോ, ഡീൽ ചെയ്യാത്ത 1000 വർഷം ഭരിക്കുവാൻ വീണുപോയ ദാവീദിന്റെ കൂടാരങ്ങളെ നിവർത്തി യെരൂശലേമിൽ കസേരയിട്ട് ഒറ്റ പ്രതിപക്ഷം പോലുമില്ലാതെ 1000 വർഷം ഭരിക്കുവാൻ ദാവീദിന്റെ സിംഹാസനം സ്ഥിരപ്പെടുത്തുന്ന വരുന്നതുകൊണ്ടാണ് ദാവീദിന്റെ പുത്രൻ എന്ന് പറയുന്നത്. മനുഷ്യപുത്രനാരാ? ആഫ്രിക്കക്കാരനാണെങ്കിലും ഇന്ത്യക്കാരനാണെങ്കിലും ഉൽപ്പത്തി അറിയാമല്ലോ. ലോകത്തിലേക്ക് ചിതറിപ്പോയ മുഴുവൻ നരവംശത്തിലെയും സൃഷ്ടിതാവ് യേശുവാണ്. അതുകൊണ്ടാണ് മനുഷ്യപുത്രൻ. ദൈവത്തിന്റെ പുത്രനാരാ? ദൈവത്തിന് നമ്മുടെ 10 സെന്റല്ല അവകാശം. സ്വർഗമാണ് അവന്റെ പാദപീഠം. ആ സ്വർഗത്തിന്റെ അവകാശി യേശു ക്രിസ്തുവാണ്. സ്വർഗത്തിന്റെ അവകാശി, നരവംശത്തിന്റെ അവകാശി, ഇസ്രായേലിന്റെ അവകാശി, സിംഹാസനത്തിന്റെ അവകാശി. എന്റെ ഒരു ദൂത് പറയാ. അതുകൊണ്ട് യഹൂദന്റെ ആലയത്തിൽ ഇവൻ വിഗ്രഹം സ്ഥാപിക്കണമെങ്കിൽ ഇവിടെ ആലയം പണിയണ്ടേ? പണിയണം. അങ്ങനെ പണിതാൽ എങ്ങനെ ശരിയാവുന്നേ? യഹൂദന് ഇവിടെ ആലയം പണിതാൽ ഇപ്പൊ യേശു എവിടെ ഇരിക്കുന്നതെന്നറിയാമോ? ശലോമോൻ ആലയം പണിതപ്പോ ദൈവം പറഞ്ഞു, ഞാൻ ഇവിടെ ഇരുന്നോളാം. എവിടെ? നീ പണിത ആലയത്തിൽ ഞാൻ ഇരുന്നോളാം. സമാഗമന കൂടാരത്തിൽ കഴിഞ്ഞ് ഇവിടെ ഇരുന്നോളാം. പക്ഷെ ഒരു കണ്ടീഷൻ, നീ വൃത്തികേട് കാണിച്ചാൽ ഞാൻ ഈ ആലയം അങ്ങ് ഇറങ്ങിപ്പോവും. മനസ്സിലായോ? ഞാനിവിടെ ഇരിക്കും, നീ മര്യാദക്ക് നടന്നാൽ, ഇസ്രായേൽ മര്യാദ കെട്ട് ജീവിച്ചാൽ ഞാൻ ആലയത്തിൽ ഇറങ്ങിപ്പോവും. അപ്പൊ ഇസ്രായേലെ തകർന്നു. അപ്പൊ പിന്നെ യേശു എവിടാ? ഉത്തരം, ഞാൻ എന്റെ സഭയെ പണി. 2 3 പേർ കൂടി വരുമ്പോൾ അവർക്ക് നടുവിൽ 7 പൊൻ നിലവിളകളുടെ നടുവിൽ. ഇപ്പോൾ ഭൂമിയിലെ ദൈവത്തിന്റെ ആലയം യെരൂശലേം ദേവാലയമല്ല, ദൈവത്തിന്റെ സഭയാണ്. ഞാനും നിങ്ങളുമാണ്. നമ്മുടെ ഉള്ളിലാണ് യേശു വസിക്കുന്നത്. യഹൂദൻ ആലയം പണിതാൽ 2 ആലയമാകും. സഭ എന്ന ആലയവും ഭൂമിയിൽ, യെരൂശലേം ആലയവും. അവിടെയും ദൈവത്തിന് വസിക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ട് ആലയം പണിയുന്നതിന് മുൻപ് ദൈവസഭയാകുന്ന ആലയം ഇവിടുന്ന് മാറിയേ പറ്റൂ. ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുമ്പോൾ എനിക്ക് സമയം 10 മണിയാണ് തന്നത്. ഞാൻ ഈ സമയമൊക്കെ പാലിക്കുന്ന ആളായതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടെയൊക്കെ നീട്ടിയാ കൊള്ളാന്നുണ്ടെങ്കിലും ഞാൻ നീട്ടുന്നില്ല. ഇന്ന് രാത്രിയിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇടത്തോട്ട് നോക്കുക. ഇവിടെ ഇറാന്റെ പക്ഷത്ത് പാകിസ്ഥാൻ, ചൈന, റഷ്യ നിരന്നിട്ടുണ്ടെങ്കിലും കളത്തിലേക്ക് അവൻ എടുത്ത് ചാടുമോ രക്ഷയെന്ന് നോക്കി നിൽക്കുക. അത് നോക്കി അവ വരാത്തൊരു യുദ്ധവും തുടരില്ല, അതവിടെ തീരും. വന്നാൽ എന്റെ പൊന്ന് ജോണി പാസ്റ്റേ, ഇനി സഭായോഗവും വേണ്ട, അടുത്ത സൂം മീറ്റിംഗ് കാണുകയില്ല. ഇത് ചുമ്മാ പറയുന്നൊന്നുമല്ല, സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുക. കാരണം ഇത് 7ാം തലമുറ. അറിയാമോ? പഴയമ്പത്തിൽ 7ാം തലമുറയാ ഹാനോക്ക്. നടന്നു പോകുമ്പോൾ എടുക്കപ്പെട്ടെന്ന. ഇത് 7ാം തലമുറയാ. 6000 കൊല്ലം കഴിഞ്ഞ് 7000ാമത്തെ വർഷത്തിൽ ഇന്ന് രാത്രി സൂം മീറ്റിംഗ് ഒക്കെ നമ്മൾ 7ാം തലമുറയാ. അർത്ഥം എന്താ? നടന്നു പോകുമ്പോൾ, പാടിക്കൊണ്ടിരിക്കുമ്പോൾ, പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ, കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, അന്യഭാഷ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എടുക്കപ്പെടുവാൻ സാധ്യതയുള്ള തലമുറയാണ് മക്കളെ 7ാം തലമുറ. അതുകൊണ്ട് കാലമല്ല ഇത്, അന്ത്യകാലമല്ല ഇത്, നാളും നാഴികയുമാണ്. വേദവസര ഭാഷ പറഞ്ഞാൽ അവൻ വാതിൽക്കൽ തന്നെ ആയിരിക്കും. നമ്മുടെ കണ്ണുകളിൽ നമുക്ക് ദൈവസന്നിധിയിൽ അടയ്ക്കാം. കാലങ്ങളായി നമ്മൾ കർത്താവിനെ കേൾക്കുകയാണെങ്കിലും ഞാൻ പറയാറുണ്ട്, കർത്താവെ എന്റെയൊക്കെ ജീവിതകാലത്തിൽ വന്നാൽ കൊള്ളാം. അങ്ങനെ ഒരു ആഗ്രഹമുള്ള എത്ര പേരുണ്ട്? അവിടെ 3ാം ലോക മഹായുദ്ധം ആരംഭിക്കുക, യുദ്ധം നിർത്തണേ എന്ന് പറയുമ്പം യേശു വരല്ലേ എന്നൊരു മറുസൈഡ് ഒരു അർത്ഥമുണ്ട് അവിടെ. അത് ഓർക്കണം നിങ്ങൾ. ഈ ആശുപത്രി ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നില്ല, മനസ്സിലായോ? ആശുപത്രി ഉദ്ഘാടനം ചെയ്യുമ്പം ഇവിടെ ധാരാളം രോഗികൾ വരട്ടെ എന്ന് പറയത്തില്ല. പക്ഷെ ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടെ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? നമ്മളൊക്കെ രോഗികളാകട്ടെ എന്നാ. അല്ലാതെ എന്റെ അർത്ഥം ആശുപത്രി ഉദ്ഘാടനം ചെയ്യുമ്പം അല്ലെ പിന്നെ ശവപ്പെട്ടി നിർമ്മാണം ചെയ്യുന്ന കട എന്തോ പറയുന്ന നേരം
എന്ന് പറഞ്ഞ പോലെയാണ് യുദ്ധം നിർത്താൻ നമ്മൾ പ്രാർത്ഥിക്കുമ്പം കർത്താവ് ഇപ്പൊ വരരുന്ന ഈ യുദ്ധം നിൽക്കണം. പക്ഷെ ഈ റഷ്യയും ഇസ്രായേലും ഒന്ന് കളത്തിലേക്ക് ഇറങ്ങിയാൽ ആ യുദ്ധം നിൽക്കില്ല. അത് കർത്താവിന്റെ വരവായിരിക്കും. സ്തോത്രം. നമുക്ക് നമ്മുടെ കണ്ണുകളെ ദൈവത്തിൽ വയ്ക്കാം. കർത്താവെ, ഞങ്ങൾക്ക് ഒരു വചന ധ്യാനമാണെന്ന് രാത്രി തന്നു. ഒരുപാട് പരിമിതിയിലുണ്ട് രാത്രി ഉറക്കെ പ്രസംഗിക്കാൻ. പക്ഷേ ഞങ്ങൾ കിടക്കാൻ പോകുന്നതിന് മുമ്പ് ഇത് 7ാം തലമുറയാണെന്ന് മനസ്സിലാക്കി 3ാം ലോകത്തെ മഹായുദ്ധത്തിന്റെ ശംഖുലി മുഴങ്ങിയാൽ, കളത്തിലിറങ്ങേണ്ടവരിറങ്ങിയാൽ ഇവിടെ സഭ കാണില്ല. സഭയുടെ ഉൽപ്രാവണം നടക്കുമെന്ന് വിശ്വസിച്ചതിനേക്കാൾ രക്ഷ ഇപ്പോൾ അടുത്തിരിക്കുന്നത് മനസ്സിലാക്കി ജീവിക്കാൻ എന്നെയും എന്റെ പ്രസംഗം കേട്ടവരെയും അനുഗ്രഹിക്കണമേ. ഒരുക്കത്തോടെ രാത്രി വിശ്രമിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ക്ഷണിച്ചതിൽ നന്ദി അറിയിക്കുന്നു. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ.